بسم الله الرحمن الرحيم لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار خلقكم من نفس واحدة ثم جعل منها زوجها. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. يا أيها النبي قل لمن في أيديكم من الأسرى إن يعلم الله في قلوبكم خيرا يؤتكم خيرا إن يعلم الله في قلوبكم خيرا يؤتكم خيرا مما أخذ منكم ويغفر لكم والله غفور رحيم. وإن يريدوا خيانتك فقد خانوا الله من قبل وإن يريدوا خيانتك فقد خانوا الله من قبل فأمكن منهم والله عليم حكيم. മാന്യ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായ വിശുദ്ധ ഉംറ നിർവഹിക്കാൻ വേണ്ടി പുണ്യഭൂമിയിലേക്കെത്തിയ അള്ളാഹുവിൻ്റെ അതിഥികളെ, ആദ്യമായി എന്നോടും നിങ്ങളോടും റബ്ബിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ഉപദേശിക്കുന്നു. അതിന് അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പുണ്യഭൂമിയിൽ താമസിക്കുന്ന വേളയിൽ ആ ഭൂമിയുടെ ബഹുമതിയെ പരിഗണിച്ച് താമസിക്കാൻ ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തുകയും ചെയ്യണമെന്നും ഉപദേശിക്കുന്നു. അതിനും റബ്ബ് സഹായിക്കട്ടെ. കേൾക്കുന്ന ഉപദേശങ്ങൾ എന്നിട്ട് പകർത്തേണ്ട ഭാഗങ്ങളെ പകർത്താനും ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി പാടുപെടുക. അതിനും റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ മക്കയിൽ വെച്ചിട്ട് ഷെയ്ഖ് ഡോക്ടർ സാലിഹ് ഇബ്നു ഹുമയ്യിദ് സംസാരിച്ചതായ സബ്ജക്റ്റ് ഫഖർ എന്നതും ദാരിദ്ര്യമെന്നതും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും അള്ളാഹുവിൻ്റെ മുൻ തീരുമാനമനുസരിച്ച് ഭൂമിയിൽ ഉണ്ടാകുന്നതായ ഗിനിയാവട്ടെ, ഫഖറാവട്ടെ, ദാരിദ്ര്യമാവട്ടെ, അപ്രകാരം തന്നെ പ്രയാസമാവട്ടെ, എന്തായിരുന്നാലും അള്ളാഹു ഉദ്ദേശിച്ച പ്രത്യേക ഹിക്മത്ത് അനുസരിച്ച്, ഇലാഹി തൻളീം അനുസരിച്ച് അത് നടക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടമുള്ളത് അവൻ ചെയ്യുന്നു, ഇഷ്ടമുള്ളത് സൃഷ്ടിക്കുന്നു. അവർക്കതിൽ പങ്കില്ല, അവർക്കതിൽ ചോദ്യം ചെയ്യാൻ അധികാരവുമില്ല എന്ന ശൈലിയൊക്കെ ഖുർആനിൽ പലയിടങ്ങളിൽ പറയാറുള്ളത്, അള്ളാഹു സംസാരിക്കാറുള്ള ശൈലി ഇവൻ ഇവിടെയും വിശദീകരിക്കാറുണ്ട്. ആ അള്ളാഹുവിൻ്റെ മുൻ തീരുമാനമനുസരിച്ച് നടക്കാറുള്ളതായ ദാരിദ്ര്യമാവട്ടെ അല്ലെങ്കിൽ അതിൻ്റെ വിപരീതമാവട്ടെ, അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രതിവിധികൾ കാണുന്നുണ്ട്. ലിയജഅല ബഅദുകും ബഅദൻ സഖ്രിയ്യ വറിസ്ഖു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ എന്നിട്ട് ചിലരുടെ കീഴിലാക്കി, ചിലരുടെ മീതിയാക്കി. റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഐശ്വര്യമുള്ളവരോട് അല്ലാത്തവരെ സഹായിക്കാൻ
അല്ലാത്തവരോട് അഥവാ ഐശ്വര്യമില്ലാത്തവരോട് മുസ്ലിങ്ങളാകുമ്പോൾ അവർ ക്ഷമ കൈക്കൊള്ളാൻ, ഇതെല്ലാം റബ്ബിൻ്റെ ആ തീരുമാനമനുസരിച്ച് നടക്കുന്നതായ ഇലാഹി തൻളീമാണ്. അതിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ അധികാരമില്ല, അവകാശമില്ല. നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വേളയിൽ നാം പരീക്ഷ ഹാളിലാണ്. ആ പരീക്ഷ ഹാളിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നാം ശരിക്കും മറുപടി നൽകണമെന്നത് മാത്രം ആണ് നമ്മുടെ ബാധ്യത. അത് നാം ഐശ്വര്യവാന്മാരാണെങ്കിൽ അവശരെ കണ്ടുപിടിച്ച് അവർക്ക് നമ്മോട് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ട കാശ് അങ്ങനെ, അല്ലാത്ത സദഖയാണെങ്കിൽ അങ്ങനെ നാം അത് നിർവഹിച്ചു കൊണ്ടേയിരിക്കണം. കഴിവുള്ളവരാരാണെന്നത് കണ്ടുപിടിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് എത്തിക്കേണ്ടവർക്ക് എത്തിക്കുക എന്നതും നമ്മുടെ ബാധ്യത തന്നെയാണ് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് മക്കയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. മദീനയിൽ നിങ്ങൾ നേരിട്ട് കേട്ടതുപോലെ ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചതായ ദുൽമ, അക്രമവും അപ്രകാരം എപ്പോൾ അക്രമമുണ്ടായാലും അവകളുടെ മുമ്പിലെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി റബ്ബിൻ്റെ കൽപ്പനയുണ്ട്. ആ ക്ഷമ നാം കൈകൊണ്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ഉദ്ദേശിച്ച വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തന്നെ അതിന് പ്രതിഫലം നൽകുന്നതും ആ ക്ഷമയ്ക്ക് പകരമായിട്ട് ഒന്നിരിക്കലോ അക്രമത്തെ നീക്കലോ അല്ലെങ്കിൽ അതിലൂടെ അവർക്ക് ഇവിടെ നിന്നുള്ളതായ ഭൗതിക നേട്ടങ്ങൾ നേടാൻ മറ്റു രൂപങ്ങളിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരലോകമോക്ഷം നേടാൻ സാധിക്കുകയും ചെയ്യുന്നതുമായിരിക്കും. കൊല്ലപ്പെടുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ വഴിയിലാണ് കൊല്ലപ്പെടുന്നത് എങ്കിൽ ഷഹാദത്തിൻ്റെ കൂലി അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതെല്ലാം മദീന ഇമാം സൂചിപ്പിക്കുന്നത് ഷാമിലേക്കാണ്, ഡമസ്കസിൽ നടക്കുന്നതായ അക്രമങ്ങളിലേക്കാണ് എന്നതുകൂടി സ്മരണീയമാണ്. ഇതെല്ലാം ഇവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം സന്ദർഭോചിതമായിട്ട് മക്ക മദീന ഇമാമുകൾ ചർച്ച ചെയ്യാറുള്ളതായ ഭാഗം ഇവൻ സൂചിപ്പിക്കാറുണ്ട്. അറഫയിൽ പ്രസംഗിക്കാറുള്ള ഇമാമ് സൗദ് അറേബ്യൻ പണ്ഡിത സഭയുടെ തലവൻ ഇന്ന് റിയാദിൽ വെച്ചിട്ട് സംസാരിച്ചതായ സംസാരം അസ്സിദ്ഖ് എന്ന വിഷയമാണ്. അസ്സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധരാവുക എന്നതാണ്. സത്യം പറയുക എന്നത് മാത്രമല്ല, ജീവിതത്തിൽ ആ സകലം നാം സത്യസന്ധരായി ജീവിക്കുക എന്നതാണ്. നീട്ടിവലിച്ച് അദ്ദേഹം 2 ഖുതുബയിലൂടെയും അക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന്. അതും ഇവിടെ സ്ഥിരമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും ക്ലാസ് സദാ കേട്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അപ്രകാരം ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുത്തനല്ല ആ വിഷയം. ഇവൻ തന്നെ ഇവിടെ അസ്സിദ്ഖ് എന്ന തലക്കെട്ടിൽ ധാരാളം ചർച്ചകൾ നടത്തിയിട്ടുമുണ്ട്. സഹോദര സഹോദരിമാരെ, വിശുദ്ധ ഭൂമിയിലേക്ക് സൽക്കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മാത്രം അഥവാ 3 പള്ളിയെ സന്ദർശിക്കാൻ വേണ്ടി അള്ളാഹ് സെലക്ട് ചെയ്ത് വഹിയിലൂടെ റസൂലുള്ളാഹിയുടെ നാവിലൂടെ സന്തോഷവാർത്ത നൽകിയതായ 3 പള്ളിയിൽ ഒരു പള്ളിയിലേക്കാണല്ലോ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതാണ് മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയിലേക്ക് വന്നവരിൽ നിന്നിട്ട്, എൻ്റെ സദസ്സിലിരിക്കുന്നവരിൽ നിന്നിട്ട് ചിലർ മസ്ജിദുൽ അഖ്സയിലും കൂടി പോയി അവിടെ നമസ്കരിച്ച് വന്നവരുണ്ട് എന്നറിയാൻ സാധിച്ചു. ആരായിരുന്നാലും വിരോധമില്ല. ഇങ്ങനെയുള്ള സന്ദർശകർക്ക് പഠിക്കേണ്ട പാഠങ്ങൾ അത് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ആകപ്പാടി ഇവിടെ ലഭിക്കുന്നത് 1 മണിക്കൂറാണ്. 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. പക്ഷേ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ അതേ ഭൂമിയിൽ ഇരുന്നു കൊണ്ട്, ഈ വഹി ഇറങ്ങിയ നാട്ടിൽ ഇരുന്നു കൊണ്ട് ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വഹീനെയാണ് പ്രചരിപ്പിച്ചത് അതേ വഹീനെ തന്നെ കേൾക്കാനുള്ള ചാൻസ് അല്പസമയത്തിലൂടെ കിട്ടുക എന്നത്, ചാൻസ് അല്പസമയത്തിലൂടെ ഈ പറയുന്നവന് ലഭിക്കുക എന്നത് മഹാഭാഗ്യമാണ്. അത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക ഇമാമു സൂചിപ്പിച്ചതുപോലെ ഓരോ കാലഘട്ടങ്ങളിലായിട്ട് അവൻ്റെ ഇലാഹി തൻളീമും ഹിക്മത്തും നടപ്പാക്കാൻ വേണ്ടി പലർക്കും പല നന്മകളും നേട്ടങ്ങളും നൽകുന്നു. ഖൗമിന് നൽകിയതായ നേട്ടങ്ങൾ, അവരോട് കൽപ്പിച്ച കൽപ്പന എന്തായിരുന്നു? ഗഫൂറായ, പാപങ്ങൾക്ക് മോചനം നൽകുന്നവനായ റബ്ബ് നിങ്ങളുടെ റബ്ബാണ്. ആ റബ്ബിന് ഫഷ്കുറൂല, നിങ്ങൾ ശുക്ർ ചെയ്യുക. നല്ല 1 നമ്പർ തോട്ടങ്ങൾ, അപ്രകാരം തന്നെ നദികൾ, അപ്രകാരം തന്നെ അവിടെ മുതൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഫലസ്തീനിലേക്ക് പോയി വന്നവരുണ്ടല്ല, ആ ഫലസ്തീന് വരെ നല്ല പട്ടണങ്ങൾ, വഴിയിൽ ഇറങ്ങാൻ പറ്റുന്ന, ഇന്ന് പോലെ നാം കാണുന്നില്ല അത്ര അനുഗ്രഹങ്ങൾ. അള്ളാഹു ഖുർആനിൽ സൂചിപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ ഇന്ന് വരെ ആ രൂപത്തിൽ നാം കാണുന്നില്ല. നാട്ടിൽ നിന്നിട്ട് അഥവാ യമനിൽ നിന്നിട്ട് പുറപ്പെട്ടാൽ
ഫലസ്തീനിലേക്ക് എത്തുന്നതുവരേക്കും വിശ്രമിക്കാനുള്ളതായ വിശ്രമ കേന്ദ്രങ്ങൾ, വിശാലമായ പട്ടണങ്ങൾ, വിശാലമായ കൃഷികൾ, ഇതെല്ലാം നൽകിയും കൊണ്ട് ബൽദത്തുൻ തയ്യിബത്തുൻ വ റബ്ബുൻ ഗഫൂർ, നല്ലൊരു നാട്, നല്ലൊരു റബ്ബ്. എങ്ങനെയുള്ള റബ്ബാണ്? പുറത്തു തരുന്ന, മാഫി ചെയ്യുന്ന റബ്ബ്. ഇത് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം നൽകിയതായ ആ അനുഗ്രഹങ്ങളെ അവർ സമീപിച്ചത് എങ്ങനെയായിരുന്നു? അള്ളാഹുവിന് നന്ദി കേട് കാട്ടിയിട്ടായിരുന്നു. അത് കാരണത്താൽ അവൻ്റെ നന്മയെ അതിനനുസരിച്ചിട്ടല്ലെങ്കിലും അവരുടെ കഴിവനുസരിച്ചിട്ടെങ്കിലും അവർ റബ്ബിൻ്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കാത്തത് കാരണത്താൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവരെ ചെറിയ ജന്തുവെ കൊണ്ട് അവർക്ക് സംരക്ഷണം കിട്ടാൻ കാരണമായി തീർന്ന ആ സദ്ദുണ്ട്, സദ് മഹ്റബ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മഅരിബ് എന്ന് പറയുന്ന ആ അണക്കെട്ടിനെ പൊട്ടിച്ചു. അതോടുകൂടി നാടില്ല, വീടില്ല, കൃഷിയില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാതെയായി മാറി. ഫലസ്തീനിലേക്ക് ഒരു വിഭാഗമെത്തി, ഇറാഖിലേക്ക് മറ്റൊരു വിഭാഗമെത്തി, മദീനയിലേക്ക് പിന്നൊരു വിഭാഗമെത്തി. നാടില്ലാത്തവരായി മാറി. ഈ മദീനയിലേക്ക് എത്തിയവരാണ് ഔസ് ഖസറജ് എന്ന പേരിൽ അറിയപ്പെട്ടതായ സമൂഹം. ആ സമൂഹമാണ് പിൻകാലഘട്ടത്തിൽ ഇസ്ലാം വന്നപ്പോൾ അൻസാരികളായി മാറിയവർ. അൻസാരികളുടെ നാട്ടിലാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെയുള്ള വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ടൊരു കാലഘട്ടത്തിൽ അവരുടെ പിതാക്കൾ നന്ദികേട് കാട്ടിയവരായപ്പോൾ ശിക്ഷിച്ച ശിക്ഷയിലേക്ക് റബ്ബ് ഖുർആനിലൂടെ ഉണർത്തുന്നുണ്ട്. അത് നാമും ഓർക്കേണ്ടതുണ്ട്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലുള്ള കോടാന കോടി മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ഈ പുണ്യഭൂമി കാണാനും ഈ 3 ഭൂമിയിൽ പോയവർക്ക് 3 ഭൂമിയിലേക്ക് എത്താനും ആ 3 ഭൂമിയിലുള്ളതായ പള്ളികളിൽ നമസ്കരിക്കാനും എല്ലാം റബ്ബ് ചാൻസ് തന്നു. ചിലർക്ക് ഉംറ ചെയ്യാൻ ചാൻസ് കിട്ടി, ചിലർക്ക് ഹജ്ജ് ചെയ്യാൻ ചാൻസ് കിട്ടി. ഇതെല്ലാം ലഭിക്കുമ്പോൾ റബ്ബ് മുമ്പുള്ളതായ ഉമ്മത്തുകൾക്ക് നന്മകൾ ഇറക്കിയതിൻ്റെ ശേഷം ആ നന്മകൾക്ക് അവർ നന്ദി പ്രകടിപ്പിക്കാതിരുന്നപ്പോൾ അവരെ ശിക്ഷിച്ചു എന്ന കഥ നമുക്ക് പഠിപ്പിക്കുന്നത് ഫബിഹുദാഹു മുഖ്തദി. എന്തിനാണ്? ഫഖ്സുസിൽ ഖസസ, നിങ്ങൾ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുക. ലഅല്ലഹും യതഫക്കറൂൻ, അവർ പഠിക്കാൻ, ചിന്തിക്കാൻ, ഓർക്കാൻ, സത്യത്തിലേക്ക് അതിലൂടെ എത്താൻ എന്ന് ഖുർആൻ പഠിപ്പിച്ച ശൈലി നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കണം. എന്തിനു വേണ്ടിയാണ്? നാം പുണ്യഭൂമിയിൽ കറങ്ങി പോകുമ്പോൾ കണ്ടതെന്താണ്? മസ്ജിദുൻ നബവിയാണ്. കണ്ടതെന്താണ്? മസ്ജിദുൽ ഹറാമാണ്. പണ്ടൊരു കാലഘട്ടത്തിൽ അവിടെ പേടിച്ച് വിറച്ച് പ്രയാസപ്പെട്ട് നമ്മുടെ നേതാക്കൾ ജീവിച്ചതായ ഒരു കാലഘട്ടം വിട്ടുകടന്നിരുന്നു. മുൻപന്മാർ, ആ മുമ്പന്മാരെ കുറിച്ച് അല്ലാഹു സൂറത്തുൽ വാഖിയയിൽ 3 ഓഹരി വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു വിഭാഗം മുമ്പന്മാർ, ആ മുമ്പന്മാരുടെ സീറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ തന്നെ സാധിക്കുകയില്ല. നബിമാർ കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ബേക്കിലാണ് നടന്നതായ വിഭാഗം. അവർ സ്വർഗത്തിലും മുൻപന്തിയിൽ തന്നെ, അവരിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയില്ല. അവരുടെ ബേക്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അസ്ഹാബുൽ യമീൻ, നിങ്ങൾ അസ്ഹാബുൽ യമീനിൽ പെട്ടോളീൻ. അസ്ഹാബുൽ യമീൻ അവർ മുൻഗാമികളിൽ നിന്നിട്ടും ചിലരുണ്ടായിരിക്കും, പിൻഗാമികളിൽ നിന്നിട്ടും മുൻപന്മാരായ വലത് കൈയിൻ്റെ ഉടമകളായ വിഭാഗത്തിൽപ്പെട്ടവരാവാൻ സാധിക്കും എന്ന് റബ്ബ് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. അവരിൽ പെടാനാണ് നമ്മോട് പറയുന്നത്. അഥവാ ഈ മുൻഗാമികളുടെ ബേക്കിൽ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ, അവിടെ പറഞ്ഞ ഖലീലും മിനൽ ആഖിരീൻ. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്നവരിൽ നിന്നിട്ട് വളരെ തുച്ഛം പേർക്കാണ് ആ മുൻഗാമികളെ പോലെയാവാൻ പറ്റുക, ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റുക എന്നതാണ്. പക്ഷേ അള്ളാഹു നമ്മളോട് നിരാശപ്പെടരുത്. അസ്ഹാബുൽ യമീനിൽ നിങ്ങൾ പെട്ടുകഴിഞ്ഞാൽ, അഥവാ വലത് കൈ കൊണ്ട് കിതാബ് പുസ്തകം വാങ്ങുന്നവർ, കിതാബിനെ കുറിച്ച് പരിചയമുണ്ടല്ലോ. മദീനയിൽ വന്ന വരവേൽപ്പും വരവും, മക്കയിലേക്ക് പോയ പോക്കും, അവിടുന്ന് കണ്ട കാഴ്ചയും, അവിടുന്ന് പഠിച്ച പഠനവും, അതിനു മുമ്പ് ജീവിച്ചതായ പഴയ പട്ടികകളും, ആ പട്ടികകളിൽ വടക്ക് പട്ടികയാണെങ്കിൽ ആ പട്ടികകളിൽ നടന്നതായ സർവ്വ സംഭവ വികാസങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതായ ആ ഗ്രന്ഥം അവിടെ കാണിക്കപ്പെടും. ആ ഗ്രന്ഥം അവിടെ പ്രകടമായി നമ്മുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടും. ഇതാണ് നമ്മുടെ ഗ്രന്ഥം, നിങ്ങളോട് ഇത് സംസാരിക്കുന്നത് സത്യം മാത്രമാണ്. നിങ്ങൾ ചെയ്തതാണ്, നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ നോക്കിയതാണ്, നിങ്ങൾ കേട്ടതാണ്, നിങ്ങൾ പ്രവർത്തിച്ചതാണ്. നിങ്ങൾ ക്രൂരകൃത്യം ചെയ്തതാണെങ്കിൽ അങ്ങനെയാണ്. നിങ്ങൾ ചെയ്ത നമസ്കാരമാണ്, നിങ്ങൾ നോക്കിയ നോമ്പാണ്, നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ കറങ്ങിയ കറക്കമാണ്, നിങ്ങൾ മസ്ജിദുൻ നബവിയിൽ സ്വർഗ്ഗത്തോപ്പിൽ നമസ്കരിച്ച സംസ്കാരമാണ്, അവിടുന്ന് പഠിച്ച പാഠമാണ്, അവിടുന്ന് കേട്ട ക്ലാസ്സാണ്. പക്ഷേ ഇതിൽ എന്തില്ല? കൃത്രിമമില്ല, കൂടുതലില്ല, കുറവില്ല. ഹാദാ കിതാബുന യൻതിഖു അലൈക്കും ബിൽ ഹഖ്, സത്യം മാത്രമാണ് നിങ്ങളോട് ഈ ഗ്രന്ഥം ഓതുന്നത്. നിങ്ങളുടെ മുമ്പിൽ അത് ഈ ഗ്രന്ഥം തന്നെ പിടിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടേയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതായ കിറാമൻ കാതിബീൻ, മാന്യന്മാരായ മലക്കുകൾ, യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിഞ്ഞുകൊണ്ടേയിരുന്നു, കണ്ടുകൊണ്ടേയിരുന്നു, കുറിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെയുള്ള ഗ്രന്ഥ പരലോകത്ത് കിട്ടുന്ന അസ്ഹാബുൽ യമീൻ ഉണ്ട്, അസ്ഹാബുൽ ഷിമാൽ ഉണ്ട്. എല്ലാവർക്കും അറിയാം. ആ അസ്ഹാബുൽ യമീനിൽ അല്ലാഹു
പറയുന്നു വലിയൊരു സമൂഹം, പഴയ കാലഘട്ടത്തിൽ വലിയൊരു സമൂഹം വരാൻ പോകുന്നുമുണ്ട്. അള്ളാഹു നമ്മെ ആ ഇനത്തിൽ പെടുത്തട്ടെ. പെടണമെങ്കിൽ നിബന്ധനകളുണ്ട്. വിശാലമായ പട്ടികകൾ ഇവിടെ നിരത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. ആ പട്ടികകൾ നിരത്തി വെക്കപ്പെട്ട നാട്ടിലേക്കാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്, ഭാഗ്യവാന്മാർ. ആ പട്ടിക സൂറത്തുൽ ബഖറ, ആല ഇമ്രാൻ, സൂറത്തുൽ നിസ, നീണ്ട പട്ടികകൾ ഇവിടെയാണ് പണ്ട് നിരത്തപ്പെട്ടത്. ഇവിടെ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ട് ഇല്ല ജിഹാദ്, നിർബന്ധമാക്കിയിട്ടില്ല നോമ്പ്, നിർബന്ധമാക്കിയിട്ടില്ല ധാരാളം നാം ചെയ്തുകൊണ്ടിരിക്കുന്നതായ അമലുകൾ. അവിടെ മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നാം ഉൾക്കൊള്ളുന്ന ആദർശമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മാത്രം പറയാൻ, അത് മാത്രം പറഞ്ഞു നടക്കാൻ, അത് മാത്രം പ്രചരിപ്പിക്കാൻ ആണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടുപെട്ടത്. പക്ഷേ അത് മാത്രം പ്രചരിപ്പിച്ചിരുന്ന വേളയിൽ, മക്കയിൽ ജീവിച്ചിരുന്ന വേളയിൽ, മക്കയിൽ നിങ്ങൾ താമസിച്ചിരുന്ന വേളയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് പറഞ്ഞു നടക്കാൻ സാധിക്കാത്തൊരു 3 കൊല്ലം ഉണ്ടായിരുന്നു, ഒളിച്ചു പറഞ്ഞ കാലം. നിങ്ങൾ സഫയിൽ നിന്നിട്ട് താഴെ ഇറങ്ങി അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ നസറ അബ്ദ ഹസമൽ അഹ്സാബ വഹദ എന്നൊക്കെ പുസ്തകം നോക്കിയിട്ടോ നോക്കാതെയോ പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ ഉംറക്കാർ. ആ ഇറങ്ങിയ വേളയിൽ വലത് ഭാഗത്ത് നിങ്ങൾ വായിച്ചു കാണും എന്ത്? അബിൽ അർക്കമിന്റെ വാതിൽ, ബാബു അർക്കമുബിനു അബിൽ അർക്കം. ശ്രദ്ധിച്ച് കാണും. ആ ബാബു അർക്കമിബിന് അബിൽ അർക്കം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീട്ടിലാണ്, ഒരു യുവാവിൻ്റെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരുന്നത് 3 കൊല്ലം. നാം ഉൾക്കൊള്ളുന്ന ഈ ആദർശത്തെ പ്രചരിപ്പിക്കാൻ, പച്ചയിൽ പറയാൻ, ജനങ്ങളുടെ മുമ്പിൽ ജഹ്റൻ പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്നില്ല. ആ സാധിക്കാത്ത കാലഘട്ടത്തിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വളരെ രഹസ്യമായിട്ടാണ് വിദേശികൾ വരെ വരികയാണെങ്കിൽ അവിടെ കൊണ്ടുവരാറുള്ളത്. മഹാനായ അലി ഇബ്നു അബി താലിബിനെ പോലത്തവർ, അബൂദർ ഗഫാർ റളിയല്ലാഹു തആല അൻഹു വിദേശത്ത് നിന്ന് വന്ന രംഗങ്ങളൊക്കെ അബൂദറിന്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ട കാബത്തിൽ ഉള്ളതായ ആ വിരിയുണ്ടല്ലോ, ഇപ്പോൾ അതൊക്കെ നമുക്ക് അല്ലാഹു തൗഹീദ് സ്ഥാപിച്ച നാട്ടുകാർക്ക് എണ്ണയും സ്വർണവും എല്ലാം അല്ലാഹു നൽകിയതുകൊണ്ട് സ്വർണത്തിന്റെ കസവുമാല ധരിച്ചുകൊണ്ടാണ്, പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആ കഅബ ഇപ്പോൾ നിൽക്കുന്നത്. ആ കഅബയുടെ കില്ലയുടെ താഴെ മഹാനായ അബൂദർ ഗിഫാരി അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നിട്ട് ജ്യേഷ്ഠൻ അയച്ചു. റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയില്ല. പുതിയ നബിയെ പഠിക്കാൻ വേണ്ടി, പുതിയ ദൂതരെ പരിചയപ്പെടാൻ വേണ്ടി അങ്ങനെ മൂപ്പര് തന്നെ വരാൻ തീരുമാനിച്ചു. മൂപ്പര് തന്നെ കയറി യാത്ര പുറപ്പെട്ടു. അങ്ങനെ മക്കയിലേക്ക് എത്തിയപ്പോൾ അവിടെ അടിയന്തരാവസ്ഥയാണ്. അവിടെ മുഹമ്മദിനെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റൂല. മുഹമ്മദിനെ കുറിച്ച് ചോദിക്കുന്ന ആൾക്ക് അവിടെ ഇടിയും അവിടെ ഭീഷണിയും ഒരു പക്ഷെ കൊല്ലപ്പെടുകയും ചെയ്യുമെന്നത് അറിഞ്ഞ ആ അബൂദർ ഒളിച്ചിരുന്നു കില്ലയുടെ താഴെ. ആ ഒളിച്ചിരുന്നതായ മഹാനായ അബൂദർ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു കാണുന്നത് 30 അല്ലെങ്കിൽ 40, 2 റിപ്പോർട്ടുണ്ട്. മുസ്ലിമിലാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ശേഷമാണ് റസൂലിനോട് പറയുന്നു, ഞാൻ ഈ കില്ലയുടെ അകത്ത് ഒളിച്ചു കിടക്കുകയായിരുന്നു. നിങ്ങൾ എന്ത് കഴിച്ചു? ഞാൻ കഴിച്ചത് ഭക്ഷണമില്ല, പിന്നെയോ വെറും സംസം വെള്ളം മാത്രം. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞാൻ വെള്ളം കഴിച്ചിട്ടാണ്, സംസം വെള്ളം മാത്രം കഴിച്ചിട്ടാണ് ദൂതരെ 30 ദിവസം കഴിച്ചു കൂട്ടിയത്. കാരണം ആ സംസം വെള്ളത്തിനെ കുറിച്ച് റസൂല് പിന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നവർക്ക് അത് ഭക്ഷണമാണ്. രോഗമുള്ളവരുടെ രോഗം മാറുന്ന സാധനമാണ്. അങ്ങനെ മഹാനായ അബൂദർ ഗിഫാരിയോട് റസൂല് ചോദിക്കുന്നു, മല്ലദീ അദ്റാക അന്നഹു മാഉൻ മുബാറക്, അതൊരു ബർക്കത്തുള്ള വെള്ളമാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു അബൂദറേ? അത് ബർക്കത്തുള്ള പവിത്രതയുള്ള വെള്ളമാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു അബൂദറേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു. എൻ്റെ വിഷയം സംസമല്ല, എൻ്റെ വിഷയം ഈ ഇസ്ലാം മതത്തിൻ്റെ മെമ്പർഷിപ്പ് നേടാൻ വേണ്ടി ആദ്യം വരുന്നവർക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ നാം ഈ നാട്ടിൽ വന്നു പോകുമ്പോൾ ഒന്ന് നമ്മുടെ മുമ്പിൽ വിട്ടുകിടത്തണം. ഈ നാട്ടിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കണം. ഈ നാട്ടിലാണ് കൂട്ടരെ പണ്ട് ഉഹദ് യുദ്ധം നടന്നത്. ഈ നാട്ടിൻ്റെ അകത്ത് തന്നെയാണ്, ഹറമിൻ്റെ അകത്ത് തന്നെ നടന്ന യുദ്ധങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് ഉഹദ് യുദ്ധം, മറ്റൊന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഖന്തഖ് യുദ്ധം, മൂന്നാമത്തേത് ബനു ഖൈനുഖാ ഗോത്രക്കാരായ ജൂതന്മാരോട് റസൂൽ ചെയ്തതായ പോരാട്ടം. അത് യഥാർത്ഥത്തിൽ മദീന അണ്ടറിന് പുറത്താണ് എങ്കിലും അതിൻ്റെ പ്രയാസം, അതിൻ്റെ വിപ്ലവങ്ങൾ ഉടലെടുത്തത് മദീനത്തിൻ്റെ അകത്തുള്ള പട്ടണത്തിൽ വെച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ നാം ഉൾക്കൊള്ളുന്ന ആദർശത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണിൽ
സുന്നിയായ ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 3 വർഷം വളരെ രഹസ്യമായി പ്രബോധനം ചെയ്തുകൊണ്ട് പുറത്ത് പറയാൻ പറ്റുകയില്ല. അങ്ങനെ വല്ലവരും മെമ്പർഷിപ്പ് നേടിയാൽ തന്നെ അവർക്കും അവിടെ എന്തില്ല, സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാനുള്ള ചുറ്റുപാടില്ല. അവർക്കും നാട് വിടേണ്ടി വന്നു. മദീനയിലേക്കല്ല നാട് വിട്ടത്. ആദ്യമായിട്ട് നാട് വിട്ടത് എവിടേക്കാണ്? എത്യോപ്യയിലേക്കാണ്. എത്യോപ്യയിലേക്ക് നാട് വിട്ടവർ അവരുടെ റസൂലുള്ളാഹിന്റെ വീട്ടുകാരടക്കം എന്നതുകൂടി നാം പഠിക്കണം. റസൂലുള്ളാഹിന്റെ മകൾ റുഖിയ കൂടിയുണ്ട് എന്ന് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക നേതാക്കളുടെ നേതാവായ, നബിമാരുടെ നേതാവായ, ഈ ലോകത്തിലുള്ളതായ എല്ലാ ദഅവത്തിൻ്റെയും അഥവാ നബിമാർ മുഖേന ആരംഭിച്ചതായ സർവ്വ ദഅവത്തുകളുടെയും വിരാമം കുറിക്കപ്പെട്ടതായ ഖാതമുൻ നബിയീൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മറ്റു നബിമാർക്കെല്ലാം അനുഭവിച്ചതിൻ്റെ ഓരോ ശതമാനം അവരുടെ ജീവിതത്തിൽ ആ സകലം അനുഭവിക്കേണ്ടി വന്നത് നാം കണ്ടതാണ്, അല്ലെങ്കിൽ നാം കേട്ടതാണ്, നാം പഠിച്ചതാണ്. അതിൽപ്പെട്ടതാണ് സ്വന്തം കുടുംബ മെമ്പർ വരെ പോകേണ്ടി വന്നു. എത്രത്തോളം ആ പോകുന്ന പോക്കിനെ കുറിച്ച് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടിയാണ് പോകുന്നത്. കാരണം ഉസ്മാനാണ് റുഖിയയെ കെട്ടിയിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ മകളെയും കൊണ്ടുപോകുന്നതായ രംഗം മഹാത്മാക്കൾ പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെയുള്ളതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ 3 വർഷത്തിൽ കഴിച്ചു കൂട്ടിയതായ ആ പ്രയാസത്തിന് ശേഷം പിന്നെ ഉമർ കൽപ്പിക്കപ്പെടുന്നത് പ്രഖ്യാപിച്ചു കൊള്ളൂ മുഹമ്മദ് നബിയെ, നിങ്ങൾ പേടിക്കേണ്ടതില്ല. മുശ്രിക്കീൻ ബഹുദൈവ വിശ്വാസികൾ എന്നിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു കളയുക. വല്ലാഹു യഅസിമുക മിനന്നാസ്. പിന്നെ ഇറങ്ങിയ ആയത്താണത്. മനുഷ്യന്മാരുടെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളിൽ നിന്നിട്ട്, പ്ലാനിങ് പരിപാടിയിൽ നിന്നിട്ട് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും. ഏതുപോലെ ഈ ഖുർആനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, എന്ത്? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥത്തെ നാം ആണ് ഇറക്കിയത്, നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങളെ കൊല്ലാൻ ഞാൻ ആർക്കും അനുവദിച്ചു കൊടുക്കൂല എന്ന് ഏറ്റെടുത്ത റബ്ബ് നിങ്ങൾ കൊണ്ടുവന്ന ഖുർആനിനെയും നശിപ്പിക്കാനോ അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ ചേഞ്ച് ചെയ്യാനോ ലോകത്തിന് സാധിക്കുകയില്ല. പരിശ്രമിക്കുന്നവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. സംരക്ഷണം അവിടെ നിലനിന്നുകൊണ്ടേയിരിക്കും. ലോകത്തുള്ള സർവ്വ ഖുർആന്റെ കോപ്പികൾ ചുട്ടീകരിക്കപ്പെട്ടാലും ഇവിടെ ആ ഖുർആനെ ബൈഹാർട്ടാക്കുന്ന 10,000 ഇവിടെ ജീവിച്ചു കൊണ്ടേയിരിക്കും. അത് അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കാൻ ഏറ്റെടുത്ത ഗ്രന്ഥമായതുകൊണ്ട് അതിൻ്റെ ഉത്ഭവത്തിൽ, അതിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ എന്ന ആ പദപ്രയോഗം നടത്തിയതായ നാട്ടിൽ, ഈ പ്രബോധനം പ്രചരിപ്പിച്ചതായ സന്ദർഭത്തിൽ നമ്മുടെ നേതാവ് അനുഭവിച്ചതായ ഭാഗങ്ങളിലേക്ക് സന്ദർശകർ പ്രത്യേകിച്ച് ശ്രദ്ധ ചെലുത്തണം. അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് കുറ്റബോധം തോന്നുക, വീഴ്ചബോധം തോന്നുക. ഞാൻ എത്ര കാലമായി ക്ലാസ് എടുക്കുന്നു, ഞാൻ എത്ര കാലമായി പുസ്തകം എഴുതുന്നു, ഞാൻ എത്ര കാലമായി ലേഖനം എഴുതുന്നു, ഞാൻ എത്ര കാലമായി നമസ്കരിക്കുന്നു, ഞാൻ എത്ര കാലമായി ദീനിൻ്റെ പേരിൽ ജീവിക്കുന്നു, എനിക്ക് ഇതുവരെ ഒരു തുള്ളി വേർപ്പെങ്കിലും ഒലിക്കേണ്ടി വന്നിട്ടില്ലല്ലോ ഈ മതത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു തുള്ളി ചോര പോകട്ടെ. ഇതൊക്കെ നാം ഒരു താരതമ്യേന പഠനം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കുറ്റബോധം വരും, നമുക്ക് വീഴ്ചബോധം വരും. നാം ഇതുവരെ ചെയ്തതിൽ വളരെ വീഴ്ചയുണ്ട് എന്നതിലേക്ക് എത്താൻ സാധിക്കും. അപ്പോഴാണ് അല്ലാഹു ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ പറ്റുക. അം ഹസിബത്തും, അല്ലെങ്കിൽ എന്താണ് അല്ലാഹുവിൻ്റെ ചോദ്യം? അഫഹസിബത്തും അല്ല, അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകണമെന്ന് പൂതിയുണ്ടോ? അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അള്ളാഹു ഒരു സൂറത്തിൻ്റെ തുടക്കം തന്നെ പറയുന്ന ശൈലിയാണ് എന്ത്? ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ, അവർ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അങ്ങനെയാണ്. കാനേഷ്മാർ മുസ്ലിങ്ങൾക്ക് എണ്ണമില്ല, അറ്റമില്ല. 1350 മില്യൺ മുസ്ലിങ്ങളാണ് ലോകത്തിൽ. 1350 മില്യൺ മുസ്ലിങ്ങളാണ് ലോകത്ത് എന്നാണ് ചെറിയ കണക്ക്. മറ്റുള്ളവർ കൂടുതൽ തന്നെയാണ്, എപ്പോഴും കൂടുതലായിരിക്കും. ക്രിസ്ത്യാനികൾ സ്വയം പറയുന്നുണ്ട് ഞങ്ങൾ 2000 മില്യണിലേക്ക് എത്തിയെന്ന്. റസൂൽ പണ്ട് തന്നെ പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷമാവാതെ ഖിയാമത്ത് നാൾ എടുക്കുകയില്ല എന്ന്. ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ക്രിസ്ത്യാനികൾ എന്ന പദമല്ല റസൂൽ ഉപയോഗിച്ചത്, പിന്നെയോ റോമൻകാരാകുന്ന ബനുൽ അസ്ഫർ. അപ്പോൾ
നിങ്ങൾ ധാരാളം പ്രാസംഗികന്മാരും പ്രവർത്തകന്മാരും ഒക്കെ ഉണ്ടായിരിക്കാം. എന്നേക്കാളും നല്ല വാചാലതയിൽ ഞാൻ 40 കൊല്ലം മുമ്പത്തെ മലയാളമാണ് പറയുന്നത്. നിങ്ങൾ ഉണ്ടായിരിക്കാം. ഇവിടെ പ്രശ്നം അതല്ല. പ്രശ്നം ഈ വഹി ഇറങ്ങിയ നാട്ടിലിരുന്നു കൊണ്ട് ആ വഹീനെ സ്മരിക്കാനുള്ള ടൈം ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നതാണ്. എന്നിട്ടോ നമ്മുടെ ഭാവി ജീവിതം ഇനി ഈ നാടുമായി ബന്ധപ്പെടുത്തി ജീവിക്കുക. ഖേദം പറഞ്ഞുകൊണ്ട് നാട്ടിൽ നിന്നിട്ട് ഫോണുകൾ വരികയാണ്. ഇന്നലെ ഒരാളുടെ ഒരു നീണ്ട പട്ടിക നിരത്തി വെച്ചുകൊണ്ട് തന്നെ ഞാൻ 20 കൊല്ലമായി തൗഹീദിന് വേണ്ടി പാടുപെടുന്നത്, തൗഹീദിൻ്റെ വക്താക്കളുടെ കൂടി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അവിടെ ബുദ്ധിപൂജ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ മദീനയിൽ ഇറങ്ങിയത് അദ്ദേഹം ഇവിടെ താമസിച്ചു പോയ ആളാണ്. ആ മദീനയിൽ നിന്നിട്ട് പഠിച്ച, മക്കയിൽ നിന്ന് പഠിച്ച, സൗദി അറേബ്യയിൽ നിന്ന് പഠിച്ച തത്വത്തിൻ്റെ ഘടകവിരുദ്ധമായ ചലനങ്ങളും നീക്കങ്ങളും പലരിലും തൗഹീദ് പറയുന്നവരിൽ തന്നെ കാണുകയാണ്. സംസമിനെ തള്ളിപ്പറയുന്നു, താടിയെ തള്ളിപ്പറയുന്നു, അതുപോലെ തന്നെ ദീനിൻ്റെ ചിഹ്നങ്ങളെ തള്ളിപ്പറയുന്നു, ഖുർആനിലും സുന്നത്തിലും ബുദ്ധിക്ക് യോജിക്കാത്തത് വേണ്ട എന്ന് വെക്കുന്നു. അങ്ങനെ മനുഷ്യൻ്റെ ഇഷ്ടത്തിന് അധീനപ്പെടുത്തി രിദ്ധത്തിലേക്ക് പോയ മൂന്നോക്തുകാരുടെ ആ ഭാഗത്തിലേക്ക് ഇങ്ങനെ ചലിക്കുന്നവർ. മൂന്നോക്തുകാരെ കുറിച്ച് നിങ്ങൾക്ക് വിവരമുണ്ടല്ലോ. മുർത്തദ്ദുകൾ ഇസ്ലാമിൽ നിന്ന് ഗേറ്റൗട്ടായി. മൂന്നോക്തുകാർ സൗദി ജീവിക്കുന്നതെങ്കിൽ പണ്ടേ തലപോയിരുന്നേനെ. നമ്മുടെ നാട്ടിലൊക്കെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നല്ലാതെ അറബ് രാഷ്ട്രത്തിൽ വളരെ പരിമിതം, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ. എന്തുകൊണ്ടാണ് അത്തരം ചിന്തകൾ ചിന്തിക്കുന്നില്ല? അവരുടെ മുമ്പിലാണ് ഖുർആൻ. ആ ഖുർആനിൽ അള്ളാഹ് പറയുന്ന സുന്നത്തെന്ന സാധനമുണ്ട്. ആ സാധനത്തെ പിന്നെ അണിനിരന്നാലേ ഖുർആന്റെ പരിപൂർണ്ണത ആവുകയുള്ളൂ. ഇത് ബുദ്ധിയുള്ള അറബി ഭാഷ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൻ്റെ വിപരീതം ഒരു വിദേശിയല്ലാതെ അല്ലെങ്കിൽ അനറബി ഭാഷക്കാരനല്ലാതെ അറബി ഭാഷക്കാരൻ പറയാൻ സാധ്യതയില്ല. അറബി ഭാഷക്കാരൻ പറഞ്ഞത് സുന്നത്ത് വേണ്ടെന്നല്ല, പറഞ്ഞവരൊക്കെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സുന്നത്തിൽ ബുദ്ധിക്ക് യോജിക്കാത്തത് വേണ്ടാന്നാണ്. എന്നല്ല സുന്നത്ത് വേണ്ടാന്ന് പറയുന്നില്ല. നമ്മുടെ കൗമാണ് സുന്നത്ത് വേണ്ടാന്ന് പറഞ്ഞത്. ഏത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഖുർആനിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ മൂന്നോക്തുകാരായ ഇസ്ലാമിൽ നിന്ന് ഗേറ്റൗട്ടായ മുർത്തദ്ദുകൾ, അവർ മുർത്തദ്ദുകളാണെന്ന് ഖുർആൻ പറയുന്നു. ഇത് ഹദീസിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ചതായ ഇവൻ്റെ കേസറ്റുകളിൽ വിശദമായിട്ട് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. എൻ്റെത് കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. സത്യം പറയുന്നവർ ഇത് കേട്ടാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ് പറഞ്ഞു വരുന്നത്. മക്കയിലും മദീനയിലും വന്നിട്ട് പോകുമ്പോൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി പോയിട്ടില്ലെങ്കിൽ നമ്മുടെ മതത്തെ, നമ്മുടെ ആദർശത്തെ നാം യോജിച്ചു പോകുന്നതായ ആ ജനാവലിയെ, ആ ജനക്കൂട്ടത്തെ തൗഹീദുമായി അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹിൻ്റെ കയറിൻ്റെ ബേക്കിൽ നിങ്ങൾ പിടിച്ച് ഒന്നിച്ചു കൂടണം, ഒന്നിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ ഐക്യത്തെ തകർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന മനുഷ്യ ജിൻ പിശാചുകൾ വർദ്ധിച്ചു വരുന്ന യുഗമാണിത്, കാലമാണിത്. അതിനുള്ള മാധ്യമങ്ങൾ വർദ്ധിച്ചു വരുന്ന യുഗമാണിത്. പണ്ടുള്ള മാധ്യമങ്ങളല്ലോ ഇപ്പോൾ നെറ്റിലൂടെ, അതുപോലെ തന്നെ ചവറ്റുകൊട്ടയിലൂടെ, അതുപോലെ തന്നെ മറ്റ് ധാരാളം മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഓരോ നിമിഷത്തിൽ മനുഷ്യന്മാർ, റസൂൽ പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്, യക്ദിബുൽ കദിബ, ഒരു കളവ് അങ്ങോട്ട് പ്രചരിപ്പിക്കും, തബ്ലുഗുൽ ആഫാഖ്, ഉടനെ ലോകവ്യാപകമാകും. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒരു കളവ് സൗദി അറേബ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നിട്ട് ഒരാൾ പ്രചരിപ്പിച്ച് വിട്ടാൽ അതേ നിമിഷത്തിൽ ലോകവ്യാപകമാണ്, ആ ആഫാക്കിലേക്ക് എത്തുമെന്ന് റസൂൽ പണ്ട് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള യുഗം റസൂൽ പറഞ്ഞതുപോലെ നാം കാണാൻ. എന്നിട്ട് ഹദീസിനെ നിഷേധിക്കുകയാണ്. എടോ, ഇവൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ തന്നെ ധാരാളം ഖബറുൽ അഹാദ് അവൻ അംഗീകരിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്തതായ ഖബറുൽ അഹാദ് തള്ളാണ്. പിന്നെ എന്തിനാ നിസ്കരിക്കണമല്ലോ, നിസ്കരിക്കുന്ന നമസ്കാരത്തിലുണ്ട് ഖബറുൽ അഹാദ്. യഥാർത്ഥത്തിൽ തനാഖുൽ അവരുടെ ആദർശത്തിൽ തന്നെ പരസ്പരം തനാഖുലാണ്, ഏറ്റുമുട്ടലുകളാണ് വരുന്നത്. എന്തുകൊണ്ട്? എവിടുന്ന് വന്നു? എൽമില്ല, അറിവില്ല, വിജ്ഞാനമില്ല, മൂക്കില്ല, നാട്ടിൽ മുതുമുക്കൻ രാജാവ് നമ്മൾ പറയാറുണ്ടല്ലോ എന്നതുപോലെ കുറേ ദീനുമായി ബന്ധമില്ലാത്ത എൽമിൽ ഹദീസ് ആഴത്തിലിറങ്ങി പഠിക്കാൻ ചാൻസ് കിട്ടാത്ത വിഭാഗം ആയിപ്പോയി ഹദീസിൻ്റെ വക്താക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. അത് കാരണത്താലാണ് അപകടത്തിലേക്ക് പെട്ടുപോയത്. തീരെ ഇത് ഹദീസ് പഠിച്ചവർ കേരളത്തിലില്ല എന്നോ കേരളത്തിൽ പണ്ഡിതന്മാരില്ല ഒന്നും എനിക്ക് അഭിപ്രായമില്ല. അതൊക്കെയുണ്ട്. പക്ഷേ രംഗത്തിൽ ഇറങ്ങേണ്ടതുപോലെ ഇറങ്ങിയിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് നാഥനില്ലാത്ത നായപ്പടകളെ പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് പല വിഭാഗവും എന്നത് ദുഃഖകരമാണ്. അത് മദീനയിൽ വെച്ചിട്ട് പഠിച്ചു പോകേണ്ട യാഥാർത്ഥ്യമാണ്. കാരണം ഇവിടെയാണ് അള്ളാഹു ഇറക്കിയത് ഖുർആൻ. ഇവിടെയാണ് അള്ളാഹ് പറഞ്ഞത് നിങ്ങൾക്ക് സ്വർഗം വേണമോ, എന്നാൽ റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിരന്നവർ ഈ മതത്തിൽ എങ്ങനെ ജീവിച്ചു അതുപോലെ ജീവിച്ചോ, അത് പഠിക്കണം. അത് ഖുർആനാണ് പറയുന്നത്. അത് ചേകനൂരിസ്റ്റിൻ്റെ ആൾക്കാരും അതുപോലെ മൂന്നോക്തിൻ്റെ ആൾക്കാരും മനസ്സിലാക്കുകയാണെങ്കിൽ അറബികൾ മനസ്സിലാക്കിയതുപോലെ, സലഫ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ, ഇത്
ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم ومن يشاقق الرسول രണ്ട് ഷിക്ക് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ റസൂൽ ഒരു ഷിക്കിൽ നിങ്ങളൊരു ഷിക്കിൽ, അതാണ് ഉമൻ യുശാഖിഖ്. മനസ്സിലായില്ലേ? റസൂൽ റൂട്ടിൽ നിങ്ങൾ റൂട്ടിൽ, റസൂൽ പോയ വഴിയിലല്ല നിങ്ങളെങ്കിൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, സന്മാർഗമേതാണെന്ന് പ്രകടമായി അറിഞ്ഞ ശേഷം വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിരന്നവരായ മുൻപന്മാരായ, ഇന്നലെ ക്ലാസ്സിൽ ഞാൻ മിനിയാന്ന് ക്ലാസ്സിൽ സൂചിപ്പിച്ച തൗറാത്തിലും ഇഞ്ചീലിലും വാഴ്ത്തി പുകഴ്ത്തി അല്ലാഹ് പണ്ട് തന്നെ പറഞ്ഞു വിട്ടവരായ അവസാന കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയുടെ ബേക്കിലണി നടക്കുന്ന ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട്. സീമാ في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه എന്നുള്ള വിശേഷിപ്പിച്ചതായ ആ സഹാബാക്കൾ, ആ മുമ്പന്മാര്, അവരെ നിങ്ങൾ പിൻപറ്റൽ നിർബന്ധമാണ്. അവരെ നിങ്ങൾ പിൻപറ്റിയില്ലെങ്കിൽ, അഥവാ അവരെങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ, അവരെങ്ങനെയാണ് ഖുർആൻ വിശദീകരിച്ചത് അതുപോലെ വിശദീകരിച്ചിട്ടില്ലെങ്കിൽ, അവരെങ്ങനെയാണ് ഖുർആനെ നടപ്പാക്കിയത് അങ്ങനെ നിങ്ങൾ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ എന്നർത്ഥം. അവർ ഈ ഖുർആന്റെ വിശദാംശമായിട്ട് സുന്നത്തിനെ എങ്ങനെ മനസ്സിലാക്കി, സുന്നത്തിന് എങ്ങനെ പ്രാധാന്യം നൽകി, സുന്നത്ത് എങ്ങനെ പ്രചരിപ്പിച്ചു, അഥവാ ഹദീസ് അതെങ്ങനെ പ്രചരിപ്പിച്ചു, അത് ആ സഹാബാക്കൾ പഠിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കി പഠിപ്പിച്ച് അത് ജീവിതത്തിൽ ഫിറ്റാക്കിയിട്ടില്ലെങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവനെ പോകുന്ന വഴിയിലേക്ക് നാം തെളിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, നരകത്തിൽ അവനെ ചൂടുപിടിപ്പിക്കും. ഖുർആനാണ്. അപ്പോൾ ബുദ്ധിക്ക് ഈ ഇസ്ലാമിൽ വില നൽകുന്നത് അള്ളാഹിലേക്കെത്താൻ ആ ബുദ്ധി ഉപയോഗിച്ചാലാണ്, എന്നല്ലാതെ അള്ളാഹ് ഇറക്കിയ മതത്തെ ചേഞ്ചാക്കാൻ ആ ബുദ്ധി കൊണ്ട് ഇത് പരിശ്രമിച്ചാലല്ല. അള്ളാഹ് ഇറക്കിയ മതത്തിൽ ചേഞ്ച് ചെയ്യാനല്ല ബുദ്ധി കൊണ്ട് നാം ബുദ്ധിയെ ഉപയോഗപ്പെടുത്തേണ്ടത്. ബുദ്ധി അള്ളാഹ് സൃഷ്ടിച്ചത് എന്തിനാണ്? മിൻ ആയത്തിൻ യമറുന അലൈഹാ വഹും അൻഹാ മുസ്രിഫ് മിൻ ആയത്തിൻ ഫിസ്സമാവാതി വഫിൽ അർളി യമറുന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. എത്ര ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് അവർ വിട്ട് കിടക്കുന്നത്. അവരിൽ ആകാശത്തിലും ഭൂമിയിലും കൂടിയായിട്ട് ആകാശത്തിൽ കാണുന്നു, ഭൂതക്കൻ്റെ അടിയിലൂടെ ഇപ്പോൾ ഖഗോള ഭൂഗോള ശാസ്ത്രജ്ഞന്മാരെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് നമ്മോട് പറയുന്നുണ്ട് അത്ഭുതങ്ങൾ. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ അവർ കാണുന്നുണ്ട്. അതുപോലെ ഭൂമിയിലും അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. അവകളെ കണ്ടിട്ട് അവകളിലൂടെ ഏകയിലാഹായ റബ്ബിലേക്ക് എത്താതെ അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ആരാധന, അള്ളാഹിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം നേർച്ച, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം അറിവ്, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ജീവിതം, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം മരണം, അള്ളാഹിലേക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ പരമേൽപ്പിക്കേണ്ടത്, അള്ളാഹിലേക്ക് മാത്രമാണ് കേടപേക്ഷിക്കേണ്ടത് എന്ന കാര്യങ്ങളിലേക്ക്, തത്വത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. അവരതിൽ നിന്നിട്ട് പിന്തിരിഞ്ഞു കളയുന്നു എന്ന് അള്ളാഹു ബുദ്ധിയെ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത് അള്ളാഹിൻ്റെ കഴിവിക്കൽപ്പ്, അള്ളാഹുവിൻ്റെ അളമത്ത് ജലാലത്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, എന്നല്ലാതെ അള്ളാഹിൻ്റെ ദീനിൽ കൃത്രിമം വരുത്താൻ വേണ്ടിയല്ല. ഒരുത്തൻ പറയാണ് വിശുദ്ധ ഫുർഖാനിൽ അലീമിൽ കണ്ണേറോ, അത് ഖുർആനിൽ ഒരുത്തൻ പറയാണ് ഖുർആനിൽ അലീമിൽ ഉണ്ട് അംഗീകരിക്കൂല എന്ന്. പിന്നെ നീ എന്ത് മുസ്ലിമിടോ നീ? വിശുദ്ധ ഫുർഖാൻ അലീമിൽ അവൻ അതേ ഫുർഖാൻ അലീമിൽ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, അതേ ഫുർഖാൻ അലീമിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ത്? നീ ഒരു പെണ്ണിനെ നോക്കരുത്, പെണ്ണ് നിന്നെയും നോക്കരുത്, നിങ്ങൾ തമ്മിൽ അന്യരാണെങ്കിൽ. ഖുർആൻ പറയാണ് അല്ലേ? ഖുർആൻ പറയാണ്. അപ്പോഴോ എന്നിട്ട് അല്ലാഹു പറയാണ് അങ്ങനെ നിങ്ങൾ പരസ്പരം നോക്കുന്ന വേളയിൽ നിങ്ങൾക്ക് അതിലൂടെ ശിക്ഷയേൽക്കേണ്ടി വരും. നിങ്ങളുടെ ആ വികാരത്തോടു കൂടിയുള്ള നോട്ടം സംഭവിക്കുന്ന വേളയിൽ വയറുണ്ടോ, കണക്ഷൻ ഉണ്ടോ? ഇല്ല. അള്ളയാണത് പറയുന്ന ഖുർആനിൽ. കണക്ഷനും വയറൊന്നുമില്ലാതെ പെണ്ണിനെ നോക്കുമ്പോൾ നിനക്ക് എഴുതപ്പെട്ട് ഹറാം അവൻ ചെയ്തു എന്നത്. അള്ളാഹ് പറയുന്നു ഖുല്ലിൽ മുഅ്മിനീൻ യഗ്ദൂ മിൻ അബ്സാരിഹിം, മുസ്ലിം പുരുഷന്മാരോട് പറയുക അവരുടെ കണ്ണടക്കട്ടെ അന്യ സ്ത്രീകളെ തൊട്ട്. ഖുല്ലിൽ മുഅ്മിനാതി യഗ്ദൂന മിൻ അബ്സാരിഹിന്ന, മുസ്ലിം സ്ത്രീകളോട് പറയുക കണ്ണടക്കട്ടെ അന്യ പുരുഷന്മാരെ തൊട്ട്. എന്തിനാണ്? അഭിമാനത്തെ സംരക്ഷിക്കാൻ. ഇവിടെ പരസ്പരം ആ തെറ്റ് ചെയ്യുന്ന വേളയിൽ വല്ല വയറുണ്ടോ വല്ല കണക്ഷനുണ്ടോ ഒന്നുമില്ലാതെ നോക്കുമ്പോൾ തന്നെ നിന്നിൽ വികാരമളകുന്നു, അവളിൽ വികാരമളകുന്നു, അങ്ങനെയുള്ള സംഭവമുണ്ട് എന്ന് ഖുർആൻ സ്ഥാപിക്കുന്നു. അത് ചെയ്താൽ തെറ്റുമുണ്ടെന്ന് പറയുന്നു. അത് തന്നെയാണ് ഹസദ്, അത് തന്നെയാണ് അസൂയ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ നന്മയെ അസൂയ കണ്ടുകൊണ്ട് നോക്കരുത്. അപ്പോൾ വികാര കണ്ടുകൊണ്ട് നോക്കുമ്പോൾ അത് തെറ്റായി മാറും പോലെ അസൂയ കൊണ്ട് നോക്കുമ്പോൾ അത് തെറ്റായി മാറുന്നു. അതിലൂടെ കണ്ണേറുണ്ടാകും.
നന്മയാകുന്നു, അത് മറ്റുള്ളവർക്ക് ഫലിക്കുന്നതാണ്. അവൻ അതിന് ഹസാനത്ത് നൽകിയിട്ടില്ലെങ്കിൽ, അവൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫൽഖിയും റബ്ബുൻ നാസിയും ഓതിയിട്ടില്ലെങ്കിൽ, ദൈനംദിനം എല്ലാ നമസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതിയിട്ടില്ലെങ്കിൽ അവൻ അതിലൂടെ കോട്ടമുണ്ട്. നീ ആ കാണുന്ന വേളയിൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പദം ഉപയോഗിച്ചാൽ നീ പറയുന്ന പദത്തിൽ അപകടമുണ്ടാവില്ല, ആ അപകടത്തിൽ രക്ഷപ്പെടാൻ പറ്റും. എന്താണിത് ബുദ്ധിക്ക് യോജിക്കാൻ പ്രയാസം? മറ്റത് ബുദ്ധിക്ക് യോജിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ ബുദ്ധിക്ക് യോജിക്കാത്തത്? അവിടെ കണക്ഷൻ ഉണ്ടോ? അവിടെ നീ പെണ്ണ് ആണിനെ നോക്കിയപ്പോൾ, ആണ് പെണ്ണിനെ നോക്കിയപ്പോൾ, അതുപോലെ ഈ കണ്ണേറിലും കണക്ഷൻ നാം കാണുന്നതില്ലെങ്കിലും അവിടെ ബുദ്ധിക്ക് ഒരു വിലയുമില്ല. അള്ളാഹു ഖുർആനിൽ അതിലേക്ക് സൂചന നൽകിയതോടുകൂടി റസൂലുള്ളാഹി ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂൽ പറയുന്ന അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്, തീർന്നു. പിന്നെ അതിൻ്റെ വിപത്തിൽ പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ച ശൈലി, റസൂൽ പഠിപ്പിച്ച ശൈലി ഉപയോഗിക്കുക. അള്ളാഹ് ഖുർആനിൽ കൽപ്പിച്ചു ലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. റസൂൽ പഠിപ്പിച്ചു എന്ത്? നാം ഒരു നന്മ ഒരു മുസ്ലിമിൽ കണ്ടാൽ ബാറക്കല്ലാഹു ഫീക്, അള്ളാഹു നിനക്ക് ആ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ, ആ കാറിൽ ബർക്കത്ത് ചെയ്യട്ടെ, ആ കുട്ടിയിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് അവരോട് പറഞ്ഞുകൊണ്ടാണ് നീ നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കണ്ട ഉടനെ തന്നെ എന്തൊരു കാറടാ എന്ന് പറഞ്ഞാളരുത് എന്ന്, മനസ്സിലായില്ലേ? അങ്ങനെ പറയുമ്പോഴാണ് അസൂയയുടെ പറച്ചൽ വരിക, അസൂയയുടെ നോട്ടം വരിക. അതിൽ അപകടമുണ്ടാകുമെന്ന് അള്ളാഹ് പറയാ, റസൂൽ പറയാ. നീ ഇല്ലാന്ന് പറയാൻ നിനക്കാരുടെ അധികാരം തന്നത്? നിന്റെ ഉപ്പാന്റെ സ്വത്തായി ഈ മതം? നിന്റെ വാപ്പാന്റെ ഉമ്മയുടെ സ്വത്താണോ ഇത്? അല്ല, ഇത് അള്ളാന്റെ മതമാണ്. അള്ളാഹ് ഉണ്ടെന്ന് പറഞ്ഞ് തീർന്നു. നിന്റെ ബുദ്ധിക്ക് എന്താ വില? ബുദ്ധിക്കാണ് മതത്തെ വിട്ടുകൊടുക്കുന്നതെങ്കിൽ അവൻ്റെ ബുദ്ധി വേറെ, നിന്റെ ബുദ്ധി വേറെ, അവളുടെ ബുദ്ധി വേറെ, ഓരോരുത്തരുടെയും ബുദ്ധി വേറെ. പിന്നെ അവിടെ എന്തായിരിക്കും? മതം ഉണ്ടാവില്ല. ഓരോരുത്തരുടെ ബുദ്ധി അനുസരിച്ച് തീരുമാനിക്കലായിരിക്കും മതം. അതുകൊണ്ട് മക്കയിൽ മദീനയിൽ വന്നിട്ട് പോകുമ്പോൾ എന്തിനടോ ഹജറുൽ അസ്വദ് ചുംബിച്ചു, ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? എന്തിനടോ തല തടകി, ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? എന്തിനാ കാത് തടകി, ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? എന്തിനടോ കല്ലെറിഞ്ഞ്, എന്തിനടോ ഓടാൻ പറഞ്ഞു, എന്തിനടോ ഈ പൂതൂല് ധരിക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇൽത്തിബാ എന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചു? ചോദ്യമില്ല. നീ അന്ധമായി നിന്റെ ദൂതരെ അനുകരിക്കുക എന്നത് നിന്റെ ബാധ്യതയാണ്. നിന്റെ ദൂതർ ചാടിയാൽ ചാടും, ഓടിയാൽ ഓടും, ചെയ്താൽ ചെയ്യും, പറഞ്ഞാൽ പറയും, പ്രവർത്തിച്ചാൽ പ്രവർത്തിക്കും, കുടിച്ചാൽ കുടിക്കും, കറങ്ങിയാൽ കറങ്ങും, എറിഞ്ഞാൽ എറിയും. ഇത് നിന്റെ ബാധ്യതയാണ്. അതാണ് നമ്മുടെ നേതാക്കൾ മനസ്സിലാക്കിയത്. അന്നത്തെ ഭൂമിയിലുള്ള മുസ്ലിം ലോകത്തിന്റെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് ഖലീഫയായ വേളയിൽ മക്കയിലേക്ക് പോയി തവാഫ് ചെയ്തപ്പോൾ ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞ മുത്തഫഖുൻ അലൈഹി ഹദീസ് മനപ്പാടമില്ലാത്തവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. കാരണം നിങ്ങൾ ഉംറയ്ക്ക് വേണ്ടി വരുമ്പോൾ ക്ലാസ്സിൽ അത് കേട്ടിട്ടുണ്ടായിരിക്കും. കല്ലേ, നിനക്ക് നന്മയോ തനിമയോ ദുനിയാവിൽ ചെയ്യാൻ പറ്റൂല, നീ ഒരു സാധാരണ കല്ലാണ്. പക്ഷേ പരലോകത്തിലേക്ക് ഒരു പക്ഷേ ഹജറുൽ അസ്വദ് അടക്കമുള്ള എല്ലാ നാം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ പരലോകത്തിൽ നമുക്ക് ഒന്നൊരിക്കലോ അനുകൂല സാക്ഷി അല്ലെങ്കിൽ പ്രതികൂല സാക്ഷിയാകുമെന്ന് ഹദീസുകളുണ്ട്. അതിൽ നമുക്ക് എതിർപ്പില്ല. പക്ഷേ ഹജറുൽ അസ്വദിനോട് പറയാണ്, നിനക്കിപ്പോൾ ഞങ്ങളെ നന്മ ചെയ്യാൻ പറ്റില്ല, നീ കല്ലാണ്. ഞങ്ങൾ കല്ലുകാരുടെ കാഞ്ഞാരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കം പാമ്പ് വരെയുള്ള വസ്തുപൂജ വ്യക്തിപൂജ ഉപേക്ഷിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തിനാ പിന്നെ ചുംബിക്കുന്നു? അത് നമ്മൾക്ക് മറുപടിയാണ്. ആർക്ക്? ഈ ബുദ്ധിപൂജകന്മാർ വരാൻ പോകുന്നുണ്ട്. സംസമിനെ ആക്ഷേപിക്കുന്ന വിഭാഗം അറിവില്ലാത്തവരെ വരാൻ പോകുന്നുണ്ട്. ദീൻ പഠിക്കേണ്ടതുപോലെ ആഴത്തിലിറങ്ങി സുന്നത്ത് ഹദീസ് പഠിക്കാത്തവരെ വരാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് പാഠമാവാൻ വേണ്ടി ആ ദീർഘദൃഷ്ടിയുള്ളതായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, എന്ത്? കല്ലേ, എൻ്റെ ദൂതർ നിന്നെ ചുംബിക്കുന്നത് കണ്ടതുകൊണ്ട് ഞാൻ ചുംബിക്കുന്നു. അപ്പോൾ അവിടെ പ്രശ്നം എന്താണ്? ദൂതരെ അന്ധമായി അനുകരിക്കലാണ്. ദൂതർ കാട്ടിയോ കാട്ടന്നെ, ദൂതർ ചെയ്തോ ചെയ്യൻ. അവിടെ ചോദിക്കാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. ബൈത്തുൽ മഖ്ദിസിൽ പോയി വന്നവർ നമ്മുടെ സദസ്സിലിരിക്കുകയാണ്. ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്നതായ ആ പള്ളിയാണ് നമ്മുടെ ആദ്യത്തെ ഖിബ്ല, അല്ലേ? അവർക്കറിയാം, പോയവർക്കും പോകാത്തവർക്കും അറിയാം. ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന ആ മസ്ജിദുൽ അഖ്സയാണ് നമ്മുടെ ആദ്യത്തെ ഖിബ്ല. പക്ഷേ ആദ്യത്തെ ഖിബ്ല ബൈത്തുൽ മഖ്ദിസ് ആണ് എന്ന് ഖുർആൻ പറയുന്നുണ്ടോ? ഉണ്ടോ? പ്രബോധകന്മാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ കൂടെ, അറിയേണ്ടതാണല്ലോ. നമ്മുടെ 3 വക്തുകാരെ ഹദീസ് നിഷേധികളൊക്കെ പറയാറുണ്ടല്ലോ. എന്നാൽ ഖുർആനിൽ അല്ലാഹ് വ്യക്തമായിട്ട് നിങ്ങൾ മുമ്പ് മുന്നിട്ട ഖിബ്ല അത് ബൈത്തുൽ മഖ്ദിസ് ആണെന്ന് പറയുന്നില്ല. ഒമാ ജഅൽനൽ ഖിബ്ലത്തല്ലതീ കുൻത അലൈഹ, നിങ്ങൾ പണ്ട് മുന്നിട്ടിരുന്നതായ ഖിബ്ലയിലേക്ക് ഞാൻ എന്തിനാണ് നിങ്ങളോട് മുന്നിടാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതല്ലാതെ എവിടേക്കായിരുന്നു നിങ്ങൾ മുന്നിട്ടത് എന്ന് ഖുർആൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എവിടെയായിരുന്നു റസൂല് മുന്നിട്ടത് എന്നത് പഠിപ്പിക്കാൻ എന്ത് വേണം? റസൂല് തന്നെ വേണം, റസൂലിന്റെ ഹദീസ് തന്നെ വേണം.
ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ആ ബൈത്തുൽ മഖ്ദിസിലേക്ക് നാം മുന്നിട്ടു. അങ്ങനെയുള്ളതായ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി സൂചന നൽകി കാണും. അതുകൊണ്ട് തന്നെയായിരിക്കാം റസൂൽ ഇങ്ങനെ ആകാശത്തിലേക്ക് തല പൊക്കി ഇങ്ങനെ ജിബ്രീലിന്റെ വരവേൽപ്പിനെ കാത്തിരിക്കുകയാണ്, അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ്? ആ നിയമം മാറും എന്ന പ്രതീക്ഷ കൊണ്ട്. ആ വിട്ടൊഴിവാക്കി വന്ന ജന്മഭൂമിയായ മക്കയിലുള്ള വിശുദ്ധ കഅബ, ഇബ്രാഹിം അലൈഹിസ്സലാം കെട്ടിയ കഅബ, ഇന്ന അവ്വല ബൈത്തുൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാകുന്ന മഖാം ഇബ്രാഹിം സ്ഥിതി ചെയ്യുന്ന, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ വിശുദ്ധ കഅബ സ്ഥിതി ചെയ്യുന്ന ആ കഅബയിലേക്ക് മുന്നിട്ടിട്ട് നമസ്കരിക്കാൻ പൂതിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടേ ഇരുന്ന വാർത്ത ഖുർആൻ പറയുന്നുണ്ട്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ ഫവല്ലി വജ്ഹക ഖിബ്ലൽ മസ്ജിദിൽ ഹറാം. നിങ്ങൾ ആകാശത്തിലേക്ക് മുന്നിട്ടുകൊണ്ട് റബ്ബിനോട് ഇങ്ങനെ അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, നമസ്കാരമല്ലാത്ത സമയത്ത് ആകാശത്തിലേക്ക് തല പൊക്കാം, ആകാശത്തിലേക്ക് കണ്ണു പൊക്കാം. എവിടെയല്ലാതെ നമസ്കാരത്തില്ല, നമസ്കാരത്തിൽ താഴെയായിരിക്കണം. അത് ഖുനൂത്ത് താഴെ തന്നെയാണ്. തല കണ്ണ് പൊക്കാൻ പാടില്ല, വിരോധിച്ചതാണ്. മസ്ജിദിലും പഠിച്ചോളി, നിയമം പഠിച്ചോളി, മനസ്സിലായില്ലേ? അപ്പോൾ റസൂലുള്ളാഹി അങ്ങനെ കാട്ടിയിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഇന്ന് മുതൽ ആയത്തിറങ്ങിയത് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? വിശുദ്ധ മസ്ജിദുൽ ഹറാമിലേക്ക്, അഥവാ കഅബയിലേക്ക് ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾ മുന്നിടേണ്ടത് കഅബയിലേക്ക് തന്നെയാണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ തേള് കണ്ടു. അപ്പോൾ തേളിനെ കൊല്ലേണ്ടി വന്നു. അവിടെ നിർബന്ധിതാവസ്ഥയിൽ തേളിനെ കൊല്ലാൻ പോകുമ്പോൾ ഖിബില മാറാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഫുഖഹാക്കൾ പറയുന്ന കാണാം. അത് ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ നിർബന്ധിതാവസ്ഥയിൽ പെട്ടുപോവുകയാണെങ്കിൽ ഖിബില മാറരുത്. എന്തുകൊണ്ട്? ഖിബിലയിലേക്ക് മുന്നിടൽ നമസ്കാരം സ്വീകരിക്കപ്പെടാൻ നിബന്ധനയാണ് എന്നതുകൊണ്ട്. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കുക. അപ്പോൾ നിർബന്ധിതാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞത്, പ്ലെയിന് പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലെയിനിൽ ഇങ്ങനെ കാണാണ്. ഏത് സൗദി അറേബ്യൻ പ്ലെയിനാണെങ്കിൽ മറ്റു പ്ലെയിനെ കുറിച്ച് എനിക്കറിയില്ല. എന്ത് കാണും? എവിടെയാണ് കഅബമുള്ളതെന്ന് ഇങ്ങനെ കാണും സ്ക്രീനിലൂടെ, അല്ലേ? അപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ കൈകെട്ടുന്ന വേളയിൽ കഅബത്തിൻ്റെ ഭാഗത്തേക്ക് മുഖമാക്കിയിട്ട് കൈകെട്ടാം. ബാക്കിയുള്ള ഭാഗം പിന്നെ ശ്രദ്ധിക്കേണ്ടില്ല. ആ കൈകെട്ടുന്ന സമയത്ത് മാത്രം മതിയാകും. പിന്നെ പ്ലെയിൻ അങ്ങും പോയിക്കൊണ്ടിരിക്കും, നമ്മൾക്ക് അതനുസരിച്ച് കാട്ടാൻ പറ്റുമല്ലോ നിസ്കരിക്കുന്ന വേളയിൽ. അത് അനുവദനീയമാണ്. അതാണ് നിർബന്ധിതാവസ്ഥയെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ നിയമം അറിഞ്ഞതായ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ തന്നെയായിരുന്നു. പല പാഠങ്ങളും നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ട്. മദീനത്തെ പള്ളി, നാം ഈ കാണുന്ന മസ്ജിദുൽ നബവി, റസൂലുള്ളാഹി മദീനയിലേക്ക് 1433 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസത്തിൽ കടന്നു വന്നത് ഖുബയിലേക്കാണ്. അവിടെ പള്ളി കെട്ടുകയുണ്ടായി. ആ പള്ളി കെട്ടിയതായ വേളയിൽ ആ പള്ളിയുടെ ഖിബില മസ്ജിദുൽ അഖ്സയിലേക്കാണ്. പിന്നെ മദീനയിലേക്ക് വന്നു. മദീനയിലും റസൂലുള്ളാഹി പള്ളി കെട്ടി. ആ പള്ളിയുടെ ഖിബിലയും മസ്ജിദുൽ അഖ്സയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ സന്ദർശിക്കാൻ പോയ ഖിബലത്തൈൻ എന്ന് പറയുന്ന 2 ഖിബലയുടെ പള്ളി മാത്രമല്ല, 2 ഖിബലയുടെ പള്ളി. പിന്നെയോ മസ്ജിദുൻ നബവിയും 2 ഖിബലയുടെ പള്ളിയാണ്, മസ്ജിദുൽ ഖിബലത്തൈനിയാണ്. മസ്ജിദ് ഖുബയും മസ്ജിദ് ഖിബലത്തൈനിയാണ്. അതും കൂടി പഠിച്ചോളി, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അതിന് മാത്രം പേര് വെക്കപ്പെട്ടു? അത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന മധ്യ 2 ഖിബലയിലേക്ക് മുന്നിട്ടു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് തന്നെ ആ പേരിൽ പ്രശസ്തിയുള്ളതായത്. അല്ലാതെ ഈ പള്ളികൾ ഖിബ്ലത്തൈൻ പള്ളിയാവൽ അല്ലാത്തത് കൊണ്ടല്ല പറഞ്ഞു വരുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം സഹിഹായ റിപ്പോർട്ട്, പ്രത്യേകിച്ച് ചരിത്രത്തിൽ വന്നതല്ല, ചരിത്രത്തിൽ വന്ന റിപ്പോർട്ടുകളിൽ റസൂൽ അവിടെ നിസ്കരിച്ചപ്പോൾ എന്ന് പറയുന്നതായിട്ട് കാണാം. ഇബ്നു സഅദിനെ പോലത്തവർ അവരുടെ താരീഖിൽ യഥാർത്ഥത്തിൽ ആ അഭിപ്രായത്തെയല്ല നമ്മുടെ നേതാക്കൾ അംഗീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും ഈ ഹദീസിനെ പറയുമ്പോൾ ഒരു വ്യക്തി തന്നെ, ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിലൊക്കെ ചർച്ചയ്ക്ക് വിധേയമായ വിഷയങ്ങളാണിത്. ഒരു വ്യക്തി മാത്രം സ്വീകാര്യോഗ്യവാനായ, കള്ളം പറയാത്ത, നീതി പുലർത്തുന്ന, തട്ടിപ്പ് നടത്താത്ത, വെട്ടിപ്പ് നടത്താത്ത, വഞ്ചന ചെയ്യാത്ത, ഹദീസ് പഠിച്ച് മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി വന്നിട്ട് മറ്റൊരു വ്യക്തിയോട്, ഒരു താബിഈ വന്നിട്ട് മറ്റൊരു താബിഈയോട് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ അത് സ്വീകാര്യോഗ്യമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആൻ്റെ ആയത്ത് ഉദ്ധരിച്ചതിൻ്റെ ശേഷം നിങ്ങളിലേക്ക് ഒരു ഫാസിഖ് വന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു വാർത്ത പറഞ്ഞാൽ, നിങ്ങളത് ശരിയോ തെറ്റോ എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉൾക്കൊണ്ടോളീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്.
ആ തെളിവ് പറഞ്ഞ ശേഷം പിന്നെ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുകളും നമ്മുടെ പടുകൂറ്റൻ പണ്ഡിതന്മാരായ 18ഓളം മുജ്തഹിദുകളായ ഇമാമികളും അംഗീകരിച്ച മറ്റൊരു തത്വമാണ് എന്ത്? ഒരു റിപ്പോർട്ടകൻ മറ്റൊരു റിപ്പോർട്ടകരിലേക്ക് ഒരു ഹദീസിനെ റിപ്പോർട്ട് ചെയ്താൽ ആ രണ്ട് വ്യക്തിയും സ്വീകാര്യോഗ്യവാന്മാരാണെങ്കിൽ മതി. എന്തുകൊണ്ട് മതി? റസൂലുള്ളാഹിനോട് കൂടി ബനൂ സലമ ഗോത്രക്കാരനായ ഒരു സഹാബിയാണ് നബിയുടെ ബേക്കിൽ ഖിബില മാറിയ ശേഷം പുതിയ ഖിബിലയിലേക്ക് നമസ്കരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കോവർ കഴുതയിൽ കയറിയിട്ട് അദ്ദേഹം എവിടേക്ക് പോയി? അദ്ദേഹത്തിൻ്റെ നാടാകുന്ന ബനൂ സലമയിലേക്ക് പോയി. അതാണ് മസ്ജിദുൽ ഖിബലത്തൈൻ ഇപ്പോൾ ഉള്ളതായ സ്ഥലം. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ നമസ്കരിക്കുന്നത് മസ്ജിദുൽ അഖ്സയിലേക്ക് മുന്നിട്ടിട്ടാണ്. അദ്ദേഹം പള്ളിയുടെ പുറത്തു നിന്നുകൊണ്ട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ സഹാബാക്കളെ, റസൂലുള്ളാഹി ഇപ്പോൾ ഖിബില മാറിയത് കാരണത്താൽ റസൂലുള്ളാഹിയുടെ ബേക്കിൽ ഞാൻ കഅബയിലേക്ക് മുന്നിട്ട് നമസ്കരിച്ചു വന്നതാണ് അത് എന്ന് പറഞ്ഞപ്പോൾ അതേ സന്ദർഭത്തിൽ അതേ നിമിഷത്തിൽ തന്നെ ഇമാമും മൗമൂമും ദാറൂനാം ഹദീസിൽ കറങ്ങി ഇപ്പോഴുള്ള ഖിബിലയിൽ നിന്നിട്ട് അഥവാ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഖിബിലയിൽ നിന്നിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് നേരെ ഓപ്പോസിറ്റ്. മസ്ജിദുൽ അഖ്സ ഈ ഭാഗത്താണ്, മസ്ജിദുൽ ഹറാം ഈ ഭാഗത്താണ്. ഇത് തെക്കാണെന്ന് പറയുമ്പോൾ പ്രയാസമില്ലല്ലോ. കേരളക്കാർക്ക് കേരളത്തിൽ നിന്ന് വരുമ്പോൾ പ്രയാസം ഉണ്ടാവും. കാരണം കേരളക്കാർ പടിഞ്ഞാറോട്ടാണ് മുന്നിടുക കഅബയിലേക്ക്. ഇവിടെ തെക്കോട്ടാണ് കഅബയുള്ളത്. നമ്മുടെ നാട്ടിൽ പടിഞ്ഞാറോട്ടാണ് കഅബയുള്ളത്. അപ്പോൾ ഇവിടുന്ന് തെക്കോട്ട് മുന്നിടുന്നു. മനസ്സിലായില്ലേ? ഇത് വടക്കാണ്. ഇവിടെയാണ് എന്ത്? മസ്ജിദുൽ അഖ്സ. നേരെ ഓപ്പോസിറ്റ്, നേരെ വിപരീതം. അവർ ഒരേ നമസ്കാരത്തിൽ ചേഞ്ചായി എന്നതാണ്. ഈ ചേഞ്ചായ വാർത്ത ഒരു സഹാബി കൊടുത്തപ്പോഴാണ് സഹാബാക്കൾ ആ സകലം ആ നിയമത്തെ മാറ്റിയത്. ഇങ്ങനെ ഒരാൾ പോയി പറഞ്ഞ വാർത്തയെ ദീനിൻ്റെ നിയമമായി നടപ്പാക്കി സഹാബാക്കൾ. അത് ശരിയായില്ല, ഒരാളത് കേട്ട പോരാ എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. റസൂൽ ജീവിച്ച കാലത്താണ് സംഭവിക്കുന്നത്. അത് ഒരാൾ മതി എന്നത് ഈ സ്വീകാര്യോഗ്യവാന്മാരാണെങ്കിൽ മതി. ഇനി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സംസം തള്ളാണെങ്കിൽ, ദജ്ജാലിൻ്റെ റിപ്പോർട്ടുകൾ തള്ളാണെങ്കിൽ, ഈസ നബി ദുനിയാവിലേക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ തള്ളുകയാണെങ്കിൽ, ഖിയാമത്താൻ്റെ അലാമത്തുകളൊക്കെ തള്ളാണെങ്കിൽ കുളിപ്പിച്ച് കുട്ടിയില്ലാതെയായി മാറും. പിന്നെ അവസാനം ചേകന്നൂരന്മാരെ മാതിരി നിസ്കരിക്കാൻ പറ്റാതെ, അവർക്ക് നിസ്കരിക്കാൻ അറിയില്ല. എന്തുകൊണ്ട്? ഖുർആനിൽ റുക്കുവും റക്കാത്തൊന്നും പറയുന്നില്ലല്ലോ. ഖുർആനിൽ പറയുന്ന ശൈലി അനുസരിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെ നിസ്കരിക്കുക? അതുകൊണ്ട് തന്നെ അവർക്ക് 4 കോലാണ് നിസ്കാരത്തിന്. ചില ആൾക്കാർക്ക് 5, ചിലർ 5 മാറ്റിയിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ കോലം. സുജൂദ് നേർക്കുന്ന സുജൂദിലില്ല, എഅ്തിദാലില്ലാതെ നൃത്തത്തുനിന്ന് ഒരു വീഴലാണ് താഴേക്ക്. നൃത്തത്തുനിന്ന് ഒരു വീഴലാണ് എഅ്തിദാലില്ല നിസ്കാരത്തിൽ. മനസ്സിലായില്ലേ? അങ്ങനെ പ്രഹസനം, കളിയാക്കൽ. അതുകൊണ്ട് മതം പൊട്ടിയ, മതത്തിലിട്ട് പുറത്തു പോയ വിഭാഗത്തെ നിസ്കാരത്തിൻ്റെ ശരിയാണത്. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു? തുടക്കം ഞാൻ നിങ്ങളെ വേദനിപ്പിക്കല്ല. നിങ്ങൾ വിചാരിക്കും മദീന ഹിസ്റ്ററി കേൾക്കാൻ വേണ്ടി ആ പള്ളിയിലേക്ക് പോയിരുന്നപ്പോൾ അയാൾ വേറെന്തൊക്കെ പറഞ്ഞ് ഞങ്ങളെ ടൈം വേസ്റ്റാക്കി കളഞ്ഞു. അല്ല, നിങ്ങൾ എന്നിട്ട് പലരും ഇന്ന് രാത്രി ക്ലാസ് കേൾക്കാൻ വരുന്നവരിൽ പെട്ടവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രി ഉള്ളവരാണെങ്കിൽ ഇവിടെയുള്ളതായ സെൻറ്ററിൽ രാത്രി 9 മണിക്ക് ശേഷം ക്ലാസ് ഉണ്ട്. അവിടെ മദീനയിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ ഇവൻ പറയും. അപ്പോൾ വിശദമായിട്ട് കേൾക്കുകയും ചെയ്യാം. ഞാനിവിടെ പൊതു സദസ്സാണ്, പ്രത്യേകിച്ച് എൻ്റെ സ്ഥിരം ക്ലാസ് മെമ്പർമാരും ഈ കൂട്ടത്തിലുണ്ട്. അവർക്കെല്ലാം പഠിക്കേണ്ട ഭാഗങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ഞാൻ സൂചന നൽകുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, മദീന പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്? ഈ മദീന പഠിപ്പിക്കുന്ന പാഠം മക്കയിലും മദീനയിലും പരിസരത്തിലും ഇറങ്ങിയതായ ഖുർആനിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഖുർആൻ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റൂല. അതിനൊരു തെളിവ് കൂടി നിങ്ങൾ കേട്ട് കഴിഞ്ഞു അല്ലേ? അതുപോലെ ധാരാളം തെളിവുകൾ ഖുർആനിലുണ്ട്. നിങ്ങൾ കണ്ട കിനാവ് എന്തായിരുന്നു? കിനാവ് അത് റസൂലാ പറഞ്ഞത് എന്തായിരുന്നു കിനാവ്? ഖുർആൻ പറയുന്നുണ്ട്, ഒമാ ജഅൽന റുയല്ലത്തി അറൈനാകഹ അല്ലേ? ഖുർആനിലുണ്ട്. അത് ഖുർആൻ പറയുന്നില്ല എന്താണ് കിനാവ്. അത് ഉദാഹരണം മാത്രമാണ്. അങ്ങനെ പല രംഗങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. അത് നമ്മുടെ ടൈം നീണ്ടുപോകും അത് മാത്രം പറയുകയാണെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ അൽ-ലബീബു ബിൽ ഇശാറത്തി യഫ്ഹമു എന്ന് അറബി പഴമൊഴിയുണ്ട്. ബുദ്ധിജീവിക്ക് സിഗ്നൽ മതി. നിങ്ങൾ സിഗ്നൽ കേട്ട് കഴിഞ്ഞു, ബാക്കി നിങ്ങൾ പൂർത്തിയാക്കിക്കോളീൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാന ഭാഗങ്ങൾ, ഇവിടെ ഇറങ്ങിയതായ ഹദീസ്, അതുപോലെ ഇവിടെ ഇറങ്ങിയതായ ഖുർആൻ പിന്നെ പറഞ്ഞറിയിക്കേണ്ടതല്ലോ. ഖുർആൻ നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഉണ്ടായാൽ നമ്മൾ പേര് മാറ്റി വെക്കേണ്ടി വരും, മുഹമ്മദ് ശേഖരനായി മാറും. അല്ലാഹ് കാത്ത് രക്ഷിക്കട്ടെ. അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം ചർച്ചയ്ക്ക് വിധേയമായ വിഷയങ്ങളിൽ നിന്നിട്ട് നാം രക്ഷപ്പെടുക. എന്നിട്ട് അതിൽ ചർച്ചയില്ലാത്ത രൂപത്തിലേക്ക് നാം എത്തി മരിക്കുന്നത് വരെ നമ്മുടെ ഈമാനെ സംരക്ഷിക്കുക. ഈമാനോടുകൂടി മരിച്ച് റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിരന്നുകൊണ്ട് അവരുടെ ശഫാഅത്തിൽ കൊണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി കണ്ടെത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് പണ്ടൊക്കെ നാം പറയാറുണ്ടായിരുന്നത് അള്ളാഹിനോടേ പ്രാർത്ഥിക്കാവൂ എന്നതാണ്.
അത് അള്ളാഹു സുബ്ഹാനഹു വ തആല 437 തവണ ഖുർആനിൽ പറഞ്ഞ വിഷയമാണ് ഈമാൻ എന്നതാണ്. അതൊക്കെ ഇപ്പോൾ ഇത് പല സദസ്സിലും പറയൽ കുറച്ചിരിക്കുകയാണ് ഞാൻ. എന്തുകൊണ്ട്? അവിടുന്നൊക്കെ ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. അവിടേക്കൊക്കെ എത്തിയവർ തന്നെ ബേക്കോട് പോകുന്ന സമ്പ്രദായം നാം കണ്ട് വേദനിച്ച് കണ്ണുനീരല്ല ചോര ഒലിപ്പിക്കണം കണ്ണിൽ, അങ്ങനെയുള്ള യുഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ചോര വെള്ളത്തിന് പകരം. അള്ളാഹു നമ്മുടെ സമൂഹത്തെ സത്യത്തിലേക്ക് മടക്കട്ടെ, സന്മാർഗത്തിലേക്ക് മടക്കട്ടെ. ഇതിനൊക്കെ വേണ്ടത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഒരു കാര്യമുണ്ട്. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ ഉചിതമേ അല്ല, യോജിച്ചതേ അല്ല, അല്ലാഹ് പറഞ്ഞു റസൂൽ പറഞ്ഞു എന്ന് കേട്ടാൽ, അല്ലാഹ് പറഞ്ഞു തീർന്നു. അവർ പരിപൂർണമായി അള്ളാഹു പറഞ്ഞതിലേക്ക് എന്ത് ചെയ്യുക? കീഴടങ്ങുക. റസൂൽ പറഞ്ഞതിലേക്ക് എന്ത് ചെയ്യുക? അനുസരിക്കുക. തീർന്നു. നിനക്കതിൽ ചിന്തിക്കാനുള്ള അവകാശവും അധികാരവും അത് നൽകിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മദീന മക്ക പഠിപ്പിക്കുന്ന പ്രധാന പോയിന്റാണ് ഇവിടെ ജീവിച്ച സഹാബാക്കളുടെ ബാക്കിൽ അണിനിരന്ന് ജീവിക്കണം. അപ്പോൾ എന്ത് വേണ്ടി വരും? ചെറുപ്പത്തിലേ കുട്ടികൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴും 1-ാം ക്ലാസ്സിലും എവിടെയും സൗദി അറേബ്യയിൽ കാട്ടും പോലെ സൗദി അറേബ്യയിൽ 1-ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നത് ഇസ്ലാമിക് ഹിസ്റ്ററി. കുട്ടികൾക്ക് ഇസ്ലാമിക് ഹിസ്റ്ററി. റേഡിയോ പരിപാടികളിൽ അത് പല റേഡിയോകളുണ്ട്. ഏത് റേഡിയോ പരിപാടികൾ നോക്കിയാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹിസ്റ്ററി പറയാത്ത ദിവസങ്ങൾ കുറവാണ്, പ്രോഗ്രാം ഇല്ലാത്ത ദിവസങ്ങൾ കുറവാണ് സൗദി അറേബ്യയിൽ. ഇവിടെ പഠിപ്പിക്കുന്ന മനഹജിൽ 1-ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് ഇസ്ലാമിക് ഹിസ്റ്ററി, സഹാബാക്കളുടെ ചരിത്രം. ആരാണ് അബൂ ഹുറൈറ, ആരാണ് സഅദ് ഇബ്നു അബി വഖാസ്, ആരാണ് നമ്മുടെ നേതാക്കൾ, ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം കുട്ടികൾ അവർ യൂറോപ്പിൽ പോവട്ടെ, അമേരിക്കയിലേ പോവട്ടെ, എവിടെ പോയാലും ബഹുഭൂരിപക്ഷം അവരുടെ ആ തഅ്സീൽ കിട്ടിയ ആ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയ തത്വത്തിൽ നിന്നിട്ട് പതരാത്തെ ചിതരാത്തെ മടങ്ങി വരാൻ അവർക്ക് സാധിക്കുന്നു. എത്രയോ സൗദി കുട്ടികളെ എനിക്ക് പരിചയമുണ്ട്. ഞാനിവിടെ 41 കൊല്ലം ജീവിക്കുന്ന ആളും സൗദി കുടുംബവുമായി ബന്ധപ്പെട്ട ആളും എൻ്റെ കുടുംബം തന്നെ സൗദികളുമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എത്രയോ സൗദി കുട്ടികൾ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് താടി ഇല്ലാതെ പോയിട്ട് ഇത്ര വലുപ്പമുള്ള താടിയുമായി പ്രബോധകന്മാരായി വന്നിട്ട് സ്റ്റാർമാരായി വർക്ക് ചെയ്യുന്നവരെ എനിക്ക് പരിചയമുണ്ട്. സ്റ്റാർമാരായി വർക്ക് ചെയ്യുകയാണ്. അവർ പോയത് താടിയില്ലാതെ മതവുമില്ലാതെ പോയി മടങ്ങി വരുമ്പോൾ ദീനിൽ ആവേശമുള്ളവരായി. കാരണം അങ്ങനെയാണ് അവിടെ കാണുന്നത്. അവിടെ കാണുമ്പോൾ നമ്മുടെ മതത്തൊന്ന് താരതമ്യേന പഠനം നടത്തി നോക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പറഞ്ഞതുപോലെ, 2 ദിവസം മുമ്പ് നടത്തിയ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഓസ്ട്രേലിയയിൽ നിന്നിട്ട് കിട്ടിയ വിവരം ഒരു ദിവസത്തിൽ 6 പേര് വീതം മുസ്ലിം ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ചുരുങ്ങിയ എണ്ണം. ഒരു ദിവസത്തിൽ 6 പേര് വീതം. മറ്റൊരു സുഹൃത്ത് ജർമ്മനിൽ നിന്നിട്ട് വന്നു, എൻ്റെ വീട്ടിൽ വന്നു. സന്ദർശിച്ച വേളയിൽ അദ്ദേഹം പറഞ്ഞു, എന്ത് അവിടെയുള്ളതായ പുതു മുസ്ലിങ്ങളായി വരുന്നവരുടെ ആവേശം. അദ്ദേഹം വന്ന സന്ദർഭത്തിൽ -24 അവിടുത്തെ തണുപ്പ്, അഥവാ 0ന്റെ താഴെ 24 തണുപ്പ്. പുതുമുസ്ലിങ്ങളായി കടന്നു വന്ന സ്ത്രീ പുരുഷന്മാരടക്കം ഞങ്ങൾ താമസിക്കുന്ന പട്ടണത്തിൽ പള്ളിയില്ലാത്തത് കൊണ്ട് പള്ളിയുള്ളതായ പട്ടണത്തിലേക്ക് അർദ്ധരാത്രി തന്നെ ഉണർന്നുകൊണ്ട് ട്രെയിന് കയറി നമസ്കരിക്കാൻ പോവുകയാണ് മൗലവി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കരഞ്ഞുപോയി. നമ്മുടെ മുമ്പിൽ എത്ര പള്ളികൾ, നമ്മുടെ മുമ്പിൽ തന്നെ എത്ര നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ, ജുമാ മസ്ജിദുകൾ നമ്മുടെ മുമ്പിൽ തന്നെ. മക്കയിലും മദീനയിലുമാണെങ്കിൽ ഹറമുകൾ പോകാൻ ആവശ്യമില്ലാത്ത തറവാട്ട് മുസ്ലിം, പാരമ്പര്യ മുസ്ലിം, പുതുമുസ്ലിങ്ങൾ ആയി വരുന്നവരുടെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിയിരുന്നു, ഞാൻ പ്രയാസപ്പെട്ടിരുന്നു. അത് നമുക്കെല്ലാവർക്കും പ്രയാസമുള്ള കാര്യമാണ്. നാം ഇവിടെ മക്കയിൽ വരുന്നു, മദീനയിൽ വരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എല്ലാ ഹാജിമാരുള്ള ക്ലാസ്സിൽ പറയും, ഹജ്ജ് കഴിഞ്ഞാൽ പലിശ ഹാജി. ഹാജിയാരുടെ പേരേ പലിശ ഹാജി, റാക്ക് ഹാജി, കള്ള ഹാജി, ടാക്കീസ് ഹാജി. ഞാനൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹാജിമാർക്ക് ക്ലാസ് എടുത്തപ്പോൾ ഈ വാർത്ത പറഞ്ഞു. കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളക്കാരൻ ഒരു ആചാർ വന്ന് പറയാണ്, മൗലവി ഞങ്ങളുടെ നാട്ടിലുണ്ട് പലിശ ഹാജി, അദ്ദേഹത്തെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു, അതുപോലെയുള്ള എല്ലാവരും അതിൽ പെട്ട അയാൾ മാത്രമല്ല. കേട്ടില്ലേ? എന്തെങ്കിലും പറയല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുന്ന് പഠിച്ച തത്വം ജീവിതത്തിൽ പകർത്താൻ സാധിക്കുക എന്നത് നമ്മുടെ നേതാക്കളിലൂടെ നാം പഠിക്കേണ്ടതാണ്. ഷാഫി ഇമാം മക്കാരനാണ്.
ജനിച്ചത് ഗസയിലാണ്. ഗസ എന്ന് പറയുന്ന നാടുണ്ടല്ലോ, പ്രയാസമുള്ള നാട്. അവിടെയാണ് ജനിച്ചത്. അദ്ദേഹം നാടതല്ല, ഉമ്മ അവിടേക്ക് എത്തുമ്പോൾ അവിടെ പ്രസവിച്ചു എന്നുള്ളതാണ്. നാട് മക്കക്കാരനാണ്. ഇമാം ഷാഫി അറിയല്ലോ, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി അൽ മുത്തലിബിയാണ് അദ്ദേഹം. മുത്തലിബ് കുടുംബക്കാരനാണ്. ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിലുമാണ് പഠിക്കാൻ വേണ്ടി വന്നത്. മദീന യൂണിവേഴ്സിറ്റി ഉണ്ടോന്ന്? ഉണ്ട്. മദീന യൂണിവേഴ്സിറ്റി, അന്നത്തെ യൂണിവേഴ്സിറ്റി, റസൂലുള്ള തുറന്നു വെച്ച യൂണിവേഴ്സിറ്റി. അതാണ് മസ്ജിദുൻ നബവി. അതാണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാകുന്ന സ്വർഗത്തോപ്പ്. അതാണ് മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീട്ടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും മധ്യത്തിലുള്ള സ്ഥലം. അതാണ് കൂട്ടരെ സ്വർഗത്തോപ്പ്. അതാണ് ലോക മുസ്ലിങ്ങൾക്ക് മദീനയിൽ വരട്ടെ വരാതിരിക്കട്ടെ സ്വർഗം കണ്ടെത്താനുള്ള മാനദണ്ഡം, സ്വർഗത്തിലേക്ക് എത്താനുള്ള റൂട്ട്, സ്വർഗത്തിലേക്ക് പോകാനുള്ള പാലം. ആ സ്വർഗത്തോപ്പിലേക്കാണ് മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി മക്കയിൽ നിന്ന് വന്നത്. എൽമുള്ളവരിലേക്ക് പോയി എൽമ് പഠിച്ച് എൽമ് കണ്ടെത്തി എൽമിൽ ആഴത്തിലിറങ്ങി പഠിച്ചതിന് ശേഷമല്ലാതെ ഈ മതം പ്രചരിപ്പിക്കാൻ പറ്റൂല, ഈ മതം മനസ്സിലാക്കാൻ പറ്റൂല എന്നത് അവർ മനസ്സിലാക്കിയതുപോലെ നാമും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ബുദ്ധിപൂജകന്മാരായിട്ട് നമ്മുടെ ദീനിലേക്ക് ചേർത്ത് പറയുന്ന മനുഷ്യന്മാർ ആവുകയില്ലായിരുന്നേനെ. എന്തുകൊണ്ട് ബുദ്ധിപൂജകന്മാരായി മാറുന്നു? ഹദീസില്ല, ആയത്തില്ല, അന്വേഷിക്കാൻ ടൈമില്ല, ധൃതി പിടിച്ച ടൈമല്ലേ. അപ്പോൾ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് ദീനുണ്ടാക്കുക, മതം ഉണ്ടാക്കുക. അതാണ് സംഭവിക്കുന്നത്. ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി പറയണം, ഇല്ലെങ്കിൽ ആളെടുക്കൽ കൊള്ളരുത്താത്ത ആളായ മാളല്ലോ. എന്തൊരു മനുഷ്യൻ, എന്ത് ചോദ്യം ചോദിച്ചാലും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെയാണ് ഈ അറിവില്ലാത്തവരിലൂടെ ദീനുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അപകടം. ജഹാലത്ത് ജനങ്ങളിൽ പ്രചരിക്കും, അതോടുകൂടി നരകപ്പുള്ളികളെ വർദ്ധിപ്പിക്കും, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ദായികളായി മാറും ആ വിഭാഗമെന്ന് ഖിയാമത്ത് നാളിൽ വരാൻ പോകുന്ന ഈ വിഭാഗത്തിലേക്ക് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സൂചന നൽകിയിട്ടുണ്ട്. മദീന പഠിപ്പിക്കുന്ന പാഠം, മക്ക പഠിപ്പിക്കുന്ന പാഠം ഉൾക്കൊണ്ടു പോകണമെന്ന് പറയുമ്പോൾ അത് വിശാലമായ പാഠമാണ്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ഖിബില മാറണമെന്ന നിയമം വന്നപ്പോൾ ഉടനെ എന്ത് ചെയ്തു? മാറ്റി. അത് രണ്ടാമത്തെ പോയിന്റാണ്. ഇത് ഒരാളുടെ റിപ്പോർട്ട് സ്വീകാര്യയുഗമാണ്, അദ്ദേഹം അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ എന്ന തത്വം പഠിച്ചതോടൊപ്പം മറ്റൊരു തത്വം നാം എന്ത് പഠിക്കുന്നു? അള്ളാഹിൻ്റെ നിയമമാണെന്ന് കേട്ടപ്പോൾ അത് പിന്നെയാവാം. ഈ നിസ്കാരം ഏതായാലും തുടങ്ങാൻ തുടങ്ങിയല്ലോ, ഇതിങ്ങനെ പൂർത്തിയാക്കാം, ഇനി വരാൻ പോകുന്ന നിസ്കാരം പുതിയ ഖിബലയിലേക്കാക്കാം എന്ന് വെച്ചോ. നാം കാട്ടും പോലെ വാളിങ്ങനെ കേൾക്കും, പ്രസംഗങ്ങൾ കേൾക്കും. പക്ഷേ ഇതുവരെ ഇയാൾ പറഞ്ഞ ഈ പലിശയൊക്കെ ഇപ്പം തന്നെ ഒഴിവാക്കുകയാണെങ്കിൽ എത്ര കാശ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒലക്കും റുഊസ് അംവാലിക്കും. ആയത്ത് അങ്ങനെ അറിയത്. ഒലക്കും റുഊസ് അംവാലിക്കും. നിങ്ങളുടെ മുതലേ നിങ്ങൾക്ക് മടക്കി വാങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾ കടം കൊടുത്ത മുതലുണ്ടല്ലോ, അത് മാത്രമേ നിങ്ങൾക്കുള്ളൂ. ലാ തദ്ലിമൂന, നിങ്ങൾ ആരെയും ആക്രമിക്കരുത്. ലാ തുദ്ലമൂന, നിങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്യരുത്. പലിശയായിട്ട് വാങ്ങുന്നത് ഇന്നത്തോടു കൂടി സ്റ്റോപ്പായി. കുല്ലു ഷൈഇൻ മിൻ അംറിൽ ജാഹിലിയ്യത്തി തഹ്ത ഖദമയ്യ മൗദൂ. എൻ്റെ കാലിൻ്റെ താഴ്വരയിൽ ഞാൻ ഇത് ഒതുക്കി അമർത്തി, ഇതാ ഞാൻ നാമാവശേഷപ്പെടുത്തി. ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ളതായ എല്ലാ അനാചാരങ്ങളും അതിൽ പെട്ടതാണ് പലിശ. ഞാൻ ഉദാഹരണം പറയാണ്. അപ്പോൾ പലിശയാവട്ടെ, ഏത് തെറ്റുകളാവട്ടെ, നാം എന്തെങ്കിലും തെറ്റാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഖുർആനിലൂടെയോ സ്വീകാര്യോഗ്യമായ ഹദീസിലൂടെയോ നാം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നടപ്പാക്കണമെന്നതാണ് കേട്ടത്. അത് നാം നടപ്പാക്കാൻ തൻ്റെ ഇടമുള്ളവരായി മാറണം മദീന സന്ദർശിച്ചു പോകുമ്പോൾ. എന്തുകൊണ്ട്? അങ്ങനെ കാട്ടിയവരുടെ നാട്ടിലാണ് നിങ്ങൾ എത്തിയത്. റസൂൽ എന്ത് പറഞ്ഞു? അങ്ങനെ തന്നെ കണ്ണടച്ച് വീഴുങ്ങാൻ. അവിടെ എൻ്റെ ചോദ്യമില്ല, മറു ചോദ്യമില്ല. ഈ കാണുന്ന ഉഹദ് പർവ്വതം നിങ്ങളുടെ മുമ്പിലാണതാ, ഗ്ലാസ്സിൽ കൂടി കാണാണ്. ആ ഉഹദ് പർവ്വതം ലോകത്തോട് ഓതുന്നതായ കഥകൾ വളരെ വിശാലമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഭിന്നിക്കരുത് മുസ്ലിങ്ങൾ എന്നത്. പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്നാണ് എന്ത്? മുസ്ലിങ്ങൾ ഭിന്നിക്കരുത് എന്നത്. മറ്റൊരു തത്വമാണ് അവിടുന്ന് പഠിപ്പിക്കപ്പെട്ടത്. വ്യക്തമായ നിയമം ഖുർആനിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗവേഷണം ചെയ്യരുത് എന്നത്. എന്ത്? ഗവേഷണം ചെയ്യരുത് എന്നത്. മനസ്സിലായില്ലേ? അപകടത്തിൽ പെടാൻ സാധ്യത എന്താണ്? ബുദ്ധി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. എവിടെ? വ്യക്തമായ നിയമത്തിൻ്റെ മുമ്പിൽ. അള്ളാഹ് 91 പ്രാവശ്യം തൗഹീദ് എന്ന പദപ്രയോഗം നടത്താണ്. അള്ളാഹ് 112 പ്രാവശ്യം ദുആ പ്രാർത്ഥന എന്ന പദപ്രയോഗം നടത്താണ്. അത് എന്നോട് മാത്രമേ പാടുള്ളൂ എന്നും പറയാണ്. എന്നിട്ട് പിന്നെ ശേഖരനും മുഹമ്മദ് ഹാജിയും ചർച്ച ചെയ്യേണ്ട വിഷയം ഇപ്പോൾ ആരാ ചർച്ച ചെയ്യുന്നത്? മുഹമ്മദ് ഹാജിയാ. അള്ളാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന്. മുഹമ്മദ് ഹാജിയാ. അതേ സമയത്ത് ഗവേഷണത്തിൻ്റെ വാതിലുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടപ്പെട്ടു എന്ന് പറയും ചെയ്യും. ഗവേഷണത്തിൻ്റെ വാതിൽ പൂട്ടപ്പെട്ടു.
ഈ ഗവേഷണം ചെയ്യാൻ തീരെ പാടില്ലാത്ത വിശ്വാസപരമായ കാര്യത്തിൽ ഗവേഷണം ചെയ്യും. നോക്കിങ്ങൾ, അപകടത്തിൽപ്പെടുന്ന രൂപം നമ്മുടെ കൗമ്. ഗവേഷണം തീരെ ചെയ്യാൻ പാടില്ലാത്തൊരു വിഷയമാണെന്ത്? വിശ്വാസപരമായ കാര്യം, ആദർശം. അത് 5-5 10 10:15 9:45. എങ്ങനെ അള്ളാഹ് പറഞ്ഞു അങ്ങനെ സ്വീകരിക്കുക, എങ്ങനെ റസൂൽ പറഞ്ഞു അങ്ങനെ സ്വീകരിക്കുക. അള്ളാഹ് ഇറങ്ങും അർദ്ധരാത്രി, ഇറങ്ങുമെന്ന് വിശ്വസിക്കുക. എങ്ങനെ? അള്ളാഹു ആലം. അള്ളാഹ് ഇറങ്ങും എപ്പോൾ? അറഫയിൽ. എങ്ങനെ? അള്ളാഹു ആലം. തീർന്നു. അവിടെ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം. അങ്ങനെയുള്ള വിശ്വാസപരമായ കാര്യത്തിലാണ് ഇപ്പോൾ എന്തുള്ളത്? ബുദ്ധി ഉപയോഗിക്കുന്നത്. ബുദ്ധി ഉപയോഗിക്കാൻ അനുവദിച്ചെവിടെയാണ്? ഗവേഷണത്തിന് വിധേയമായ വിഷയത്തിൽ. ഗവേഷണത്തിന് വിധേയമായ വിഷയത്തിൽ. അത് കഴിഞ്ഞ ദിവസത്തിൽ ചോദിച്ചല്ലോ, പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. 2 ദിവസം മുമ്പ് നടന്ന ക്ലാസ്സിൽ പങ്കെടുത്തവർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള വിധി എന്താണ്? അത് ഇപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഗവേഷണം ചെയ്തിട്ട് നമ്മുടെ നിയമങ്ങളിലേക്ക് ഖിയാസാക്കിയിട്ട് പണ്ഡിതന്മാർ വിധി പറഞ്ഞതുപോലെ വിധി പറയേണ്ടി വരും. കണ്ണ് മാറ്റാൻ പാടുണ്ടോ, കിഡ്നി മാറ്റാൻ പാടുണ്ടോ, കൽബ് മാറ്റാൻ പാടുണ്ടോ, ഹൃദയം എന്നൊക്കെ ചോദിക്കപ്പെട്ടാൽ അതൊക്കെ ഗവേഷണ വിധേയമായ വിഷയമാണ്. കാരണം അതെന്തില്ല, അന്ന് നിലവിലില്ല വിഷയം. ഇതല്ലല്ലോ, ഇത് ചർച്ച ചെയ്ത് ഖുർആൻ തീർത്ത് സംസാരിച്ച വിഷയമാണ്. അതിൽ വള്ളിക്കോ പുള്ളിക്കോ ചേഞ്ച് വരുത്താനോ കൂട്ടാനോ കുറക്കാനോ അവകാശമില്ല എന്ന ആയത്തുമർക്കി കഴിഞ്ഞു. അല്യൗമ, ഈ ദിവസത്തിൽ, അഥവാ നബി ലോകത്തോട് ലക്ഷത്തോട് സംസാരിക്കുന്ന അവസാനത്തെ നബിയുടെ അവസാനത്തെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികകൾ അവസാനിച്ചു. അറഫയിലുള്ളതായ മസ്ജിദ് ഇബ്രാഹിം എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്ജിദ് നമിറ എന്ന പള്ളിയിലുള്ളതായ മെമ്പറിൽ നിന്നിട്ട് റസൂലുള്ള പ്രസംഗിച്ച് ഇറങ്ങി. അപ്പോഴാണ് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്നത്. പറയുന്നു, അല്യൗമ, ഇന്നത്തെ ദിവസത്തിൽ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം പൂർത്തിയായി. വഅത്മംതു അലൈക്കും നിഅമതി എന്ന്. അപൂർത്തിയായ മതത്തിൻ്റെ കാര്യത്തിൽ പിന്നെയും ഗവേഷണ വിധേയമായ അല്ലാത്ത വിഷയത്തിൽ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അത് മഹാവിഡ്ഢിത്തമാണ് എന്നത് ഈ ഉഹദ് പോർക്കളം പഠിപ്പിക്കുന്നു. എങ്ങനെ എന്നത് സൗര്യത്തിൽ ഓർമ്മയിൽ പെടുകയാണെങ്കിൽ രാത്രി ഇശാക്ക് ശേഷം ഞാൻ നടത്തുന്ന പരിപാടിയിൽ സെൻറ്ററിൽ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ വിശദീകരിക്കാം. അതുപോലെ മദിയിൽ നിന്നിട്ട് പഠിക്കേണ്ട മറ്റു കാര്യങ്ങളും വിശദീകരിക്കാം. ഇതുവരെ പറഞ്ഞതിന് സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ. പലരും രോഗികൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന, ഓപ്പറേഷൻ ചെയ്ത് അല്ലെങ്കിൽ ക്യാൻസർ പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അള്ളാഹുവേ, അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണ രക്ഷിതാവേ, സുഖപ്പെടുത്തണ രക്ഷിതാവേ, സുഖപ്പെടുത്തണ രക്ഷിതാവേ. അവർക്കും ഞങ്ങൾക്കും പരിപൂർണ്ണ ആരോഗ്യം, ഈ മതത്തിൽ അടിയുറച്ച് മരണം വരെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് നൽകണേ. അവർക്കും ഞങ്ങൾക്കും നൽകണേ, നൽകണേ, നൽകണേ രക്ഷിതാവേ. അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് മരിച്ചവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. അവരുടെ എല്ലാം ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. മദീനയിൽ നിന്നിട്ടും മക്കയിൽ നിന്നിട്ടും ഈ വിശുദ്ധ ഭൂമികളിൽ നിന്നിട്ടും പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചു ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിന്തുടർച്ച പരിപൂർണമായി കൈകൊണ്ടുകൊണ്ട് അവർക്ക് നമ്മോട് കൽപ്പിച്ചതുപോലെ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച്, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി, അള്ളാഹ്ക്ക് മാത്രം അറുത്ത് അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിച്ച് അള്ളാഹുവിൻ്റെ പരിസരത്തിലേക്ക് നബിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശഫാഅത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നിട്ട് കൗസർ കുടിച്ചുകൊണ്ട് സ്വർഗത്തിൽ സമ്മേളിക്കാൻ ഈ സമ്മേളിച്ചതുപോലെ നമുക്ക് അവിടെയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നൽകട്ടെ, നൽകട്ടെ. നമ്മിൽ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണ നൽകട്ടെ. നമ്മിൽ നിന്നിട്ട് നമുക്ക് സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. ഇനിയും പ്രത്യേകിച്ച് അതിഥികൾക്ക് പുണ്യഭൂമിയിലേക്ക് വരുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ദീർഘായുസ്സും ആരോഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. اللهم صل على محمد وعلى آل محمد. أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام وأراد بلاد الحرمين وأراد قادة بلاد الحرمين سوءا اللهم فأشغله في نفسي واجعل تدبيره تدميرا. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. آت أنفسنا تقواها وزكها أنت خير من زكاها. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وسلم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. രാത്രി വരികയാണെങ്കിൽ ഖബറിൻ്റെ ആകൃതിയെക്കുറിച്ചും ഖബറിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉമർ എന്നിവരുടെ ഖബറിനെ കുറിച്ചൊക്കെ വിശദീകരണം രാത്രി ക്ലാസ്സിൽ ടൈമുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യാത്തവരുണ്ടെങ്കിൽ കേൾക്കാവുന്നതാണ്.